ഡിബേറ്റ് വിത്ത് മാധു സജി. കണ്ടല്ലോ അല്ലേ, വിഴിഞ്ഞം എല്ലാവരും വിഴുങ്ങി. ഈ മൊണോപ്പോളി എന്ന വാക്ക് കേട്ടവരുണ്ടോ? ഇല്ലാത്തവരാണത്രേ കൂടുതൽ. ഓണർഷിപ്പ് ട്രാൻസ്ഫറിലും വിഴിഞ്ഞത്തെ കുത്തകവൽക്കരണത്തിലും ഈ മൊണോപ്പൊളി നിലവിലാർക്കും കുറ്റമില്ലത്രേ. ഉണ്ടായിരുന്ന പിണറായി വിജയൻ തെറ്റലിലുമാണത്രേ. സർക്കാരിന്റെ തിടുക്കത്തിൽ മാത്രമാണ് കുറ്റം. എന്തൊക്കെയായിരുന്നു? കടൽ കൊള്ള, തുറമുഖ കൊള്ള, ഒടുക്കം പ്രതിപക്ഷത്തിരിക്കുമ്പോഴും വിഴിഞ്ഞത്തെ വിവാദക്കാറ്റിൽ നെടുകെ പിളർന്നത് പാർട്ടി കപ്പൽ ക്യാപ്റ്റൻ ഉണ്ടെങ്കിലും പാർട്ടിക്ക് ഒരൊറ്റ അഭിപ്രായമെന്ന് വിശദീകരിക്കുന്നവരെല്ലാം പറയുന്നത് പലതാണ്. പോരാത്തതിന് പാർട്ടി ഓഫീസ് പണിതത് അദാനി കാശുകൊണ്ടാണെന്ന് വരെ പറയുന്നു കോൺഗ്രസുകാർ. വിഴിഞ്ഞത്ത് പറഞ്ഞതെല്ലാം വിഴുങ്ങിയോ? കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ കെ ജെ ജേക്കബ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ എൻ വി ബാലകൃഷ്ണൻ, മാധ്യമപ്രവർത്തകൻ ശ്രീ ജോർജ് പടിപ്പാറ എന്നിവരാണ് നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിലുള്ളത്. ആദ്യം ശ്രീ കെ ജെ ജേക്കബ്, വിഴിഞ്ഞത്ത് സെറ്റിൽമെന്റ് ഉണ്ടായോ? കാരണം ഇതൊരു വലിയ വിവാദം, കേരളത്തെ പിടിച്ചു കുലുക്കാൻ പോകുന്ന ഒരു വിവാദം എന്ന നിലയ്ക്ക് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നതാണ്. ആ കാര്യത്തിൽ സ്വാഭാവികമായും നമ്മൾ ഇത്രയും കാലം കണ്ട പാർട്ടിക്ക് രണ്ടഭിപ്രായം ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഒരു ഏകാഭിപ്രായമില്ല എന്നത് മാത്രമല്ല, പാർട്ടി നിലപാട് എന്ത് എന്നതിൽ തന്നെ മുതിർന്ന നേതാക്കൾക്ക് അവ്യക്തതയുണ്ട്. ഉണ്ട്, അതാണ് അതിനകത്തെ വസ്തുത. മുതിർന്ന നേതാക്കന്മാർക്ക് മാത്രമല്ല, പാർട്ടിക്ക് തന്നെ അവ്യക്തതയുണ്ട്. അതിൻ്റെ ഡേ 1 തുടങ്ങി നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം ദേശാഭിമാനിയും അത് വലിയ നിക്ഷേപമാണ് എന്ന് പറഞ്ഞു വന്നു. പിറ്റേ ദിവസം അത് വാർത്ത മുക്കി. പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ വക അതിൽ ആശങ്കയുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം പാർട്ടി സെക്രട്ടറി പറഞ്ഞു ഇത് കരാർ റദ്ദാക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് പല നേതാക്കന്മാർ പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇത് ആകാശത്തുകൂടി പോയ വള്ളി CPM ഏണി വെച്ച് പിടിച്ചതാണ്. ഇതിൻ്റെ അകത്ത് സത്യത്തിൽ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, CPM പറയേണ്ട കാര്യം പറഞ്ഞില്ല. രണ്ട്, പറയാൻ പാടില്ലാത്ത കാര്യം പറഞ്ഞു. ഇതിൻ്റെ ഗുണം ഒന്ന്, ഇപ്പോൾ ഈ പറയുന്നത് പോലെ നമ്മളൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുന്നു. ഇന്നലെ ഞാനൊരു ചർച്ചയിലുണ്ടായിരുന്നു. CPMലെ പ്രശ്നങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചർച്ച ചെയ്യേണ്ടത് എന്താണ്? ചർച്ച ചെയ്യേണ്ടത് വിഴിഞ്ഞം എന്ന് പറയുന്ന കേരളത്തിലെ സ്വപ്ന പദ്ധതി എന്ന് പറയുന്ന പദ്ധതി ഒരു അന്താരാഷ്ട്ര കുത്തകയുടെ കയ്യിലേക്ക് പോവുകയാണ്. അത് വെറും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. ലോകം മുഴുവൻ പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കുമ്പം അതിൻ്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു ക്രിട്ടിക്കൽ തീരുമാനം സംസ്ഥാന ഗവൺമെൻറ് എടുക്കേണ്ടതുണ്ട്. ആ തീരുമാനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനോ മുഖ്യമന്ത്രിക്കോ ഒരു മറുപടി പറയേണ്ട ആവശ്യമില്ലാതെ വന്നു. CPMമാർ സാധാരണഗതിയിൽ CPMന് ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു. അവരാണ് ഇത്തരം കാര്യങ്ങളിൽ, ഇത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളൊരു തീരുമാനം എടുക്കുക. അതിൽ ഒരു ക്ലാരിറ്റിയും പാർട്ടിക്കുള്ളതായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഇത് ഒരു വലിയ നിക്ഷേപമാണ് സംസ്ഥാനത്ത് വരുന്നത് എന്ന മട്ടിൽ അവതരിപ്പിച്ചപ്പം അതിനെ മനസ്സിലാക്കുന്നത് തുടങ്ങി. ഇന്നിപ്പോൾ ഈ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാർട്ടി നേതാക്കന്മാർ പറയുന്ന പലതരം അഭിപ്രായങ്ങൾ അവർ എടുക്കുമ്പം അതിൽ യാതൊരു ക്ലാരിറ്റിയും CPMന് ഇക്കാര്യത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എടുക്കേണ്ട നിലപാടുകളല്ല അവരെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പർട്ടിക്കുലർ കൃത്യമായ കോണ്ടെക്സ്റ്റിൽ കേരളത്തിലെ മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇത്തരം ഒരു കരാർ സെബിയിലേക്ക് പോകുമ്പോൾ സാധാരണഗതിയിൽ മാർക്കറ്റിലുണ്ടാകുന്ന ചില അടിസ്ഥാനപരമായ ധാരണകൾ, അതിനൊന്നും ഉത്തരം പറയാൻ കോൺഗ്രസിനോ VD സതീശനോ യാതൊരു ബാധ്യതയുമില്ലാത്ത മട്ടിൽ സർക്കാരിനെയും കോൺഗ്രസിനെയും ഈ അഭിപ്രായങ്ങൾ ചെയ്തു. അന്തിമ തീരുമാനം എടുക്കാൻ കഴിയുന്ന എല്ലാ വകുപ്പുകളും VD സതീശനിൽ എത്തിയത് ഒരു തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്ന് വരെ പറഞ്ഞു വെച്ചു LDF. അതൊന്ന്. രണ്ടാമത്തേത്, തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന, അതായത് ഫലപ്രഖ്യാപനത്തിന് തൊട്ട് മുൻപുണ്ടായ മംഗലാപുരം യാത്രയുമായി ബന്ധപ്പെട്ട വലിയ ഗൂഢാലോചനാ സിദ്ധാന്തം, അതിന് ഇപ്പോഴും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അത് ഇതുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞു വെച്ചു LDF. മൂന്നാമത്തേത്, ദിവ്യ SIയുടെ സ്ഥലമാറ്റം. KK ശൈലജ ടീച്ചറൊക്കെ നേരിട്ട് പറയാണ് അങ്ങനെയൊക്കെ ഉണ്ടാകും, അങ്ങനെ അത്തരം ആരോപണങ്ങൾ പാടില്ല എന്നുള്ളത് KK രാഗേഷിനെ ഉന്നയിച്ചു തന്നെ പറയുന്നു. ഇനി KK രാഗേഷ് അതിൽ എന്താണ് താല്പര്യം, എന്നെ കൊണ്ട് പറയിക്കരുത് എന്ന് പറഞ്ഞതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ പലരും പാർട്ടിയുടെ ഓഫീസ് പണിതത്, അതായത് കണ്ണൂർ ഓഫീസ് പണിതത് അദാനിയുടെ കാശുകൊണ്ടാണ് എന്നത് വരെയുള്ള ആരോപണം കോൺഗ്രസ് നേതാക്കൾ ഫേസ്ബുക്കിലൂടെ പറയുന്നു. അത് അങ്ങ് പറഞ്ഞതുപോലെ ഇനി പുറത്തു വരാനുള്ള പലതും ഏണി വെച്ച് കയറി പിടിച്ചതുപോലെ ആയോ? ഇതിനകത്തുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഇത് നോക്കൂ, സർക്കാരിൻ്റെ മുമ്പിൽ ഒരു പ്രപ്പോസലുണ്ട്. ആ പ്രപ്പോസൽ സർക്കാർ അസസ് ചെയ്യേണ്ടത് നാഷണൽ സെക്യൂരിറ്റിയുടെയും പിന്നെ പബ്ലിക് ഇൻട്രസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഇപ്പം നിങ്ങൾ ആദ്യം പറഞ്ഞു തുടങ്ങിയെടുത്ത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഇടതുപക്ഷം ഒരു ഗൂഢാലോചന ആരോപിക്കുന്നതെന്ന് ചോദിച്ചാൽ
അതിൻ്റെ പ്രശ്നം നിങ്ങളിപ്പോൾ ആദ്യം പറഞ്ഞതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഇപ്പോൾ ഈ പ്രപ്പോസൽ പരിഗണിക്കാനുള്ള എംപവേർഡ് കമ്മിറ്റി നോക്കൂ. ചീഫ് സെക്രട്ടറി, പോർട്ട് സെക്രട്ടറി, ഫിനാൻസ് സെക്രട്ടറി, ലോ സെക്രട്ടറി, ഈ 4 സെക്രട്ടറിമാരും മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. അതേസമയം നാഷണൽ സെക്യൂരിറ്റി ആംഗിളിൽ കേരളത്തിൻ്റെ കാര്യം അത് പ്രധാനമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് നോക്കേണ്ടതാണ്. സംസ്ഥാനത്ത് നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നത് ആഭ്യന്തര വകുപ്പാണ്. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ആ പാനലില്ലല്ലോ. ആ പാനലിൽ എന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ഇല്ലാത്തത്? ഈ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ് CPM ഇല്ലാതാക്കിയത്. ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് MSCയുമായിട്ടുള്ള ഒരു ഡീലല്ല. ഇത് MSCയുടെ ഒരു സബ്സിഡിയറി, അതിൻ്റെ ഒരു സബ്സിഡിയറി. ആ സബ്സിഡിയറി എന്താണ്? മുണ്ടായി ലിമിറ്റഡ് എന്ന് പറയുന്ന അതാണ് ഇപ്പോൾ വാങ്ങാൻ വേണ്ടി പോകുന്നതെന്നുള്ളതാണ് പത്ര റിപ്പോർട്ടുകൾ കാണുന്നത്. ആ കമ്പനി ആരുടെ താല്പര്യമാണ് ലോകം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ മനുഷ്യരോട് പറയേണ്ട ഘട്ടമായിരുന്നു അത്. അതിനെക്കുറിച്ച് പറയാൻ പറ്റാതെ CPMൽ ഇപ്പം ഈ പറയുന്ന പോലെ ഒരു IAS ഉദ്യോഗസ്ഥരുടെ ട്രാൻസ്ഫർ, അത് 3 വർഷമായിട്ട് അവിടെ ഇരിക്കുന്ന ഒരാളെ IAS ഉദ്യോഗസ്ഥന്മാരെ എത്ര കാലമായിട്ട് ഒരു സർക്കാരിൻ്റെ പോളിസി നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് IAS ഉദ്യോഗസ്ഥന്മാരെ വെക്കുന്നത്, അല്ലാണ്ട് IAS ഉദ്യോഗസ്ഥന്മാരുടെ പോളിസി നടപ്പാക്കാൻ വേണ്ടിയിട്ടല്ല. ഇപ്പോൾ ഇതിനകത്ത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചർച്ച ഇന്നിപ്പോൾ ഞാൻ ഇന്നൊന്നല്ല മറ്റേ ഷിബു ബേബി ജോൺ പറയുന്നത് കേട്ടു, ഈ ചർച്ച നടക്കുന്ന കാര്യം ഞങ്ങൾക്കറിയാമായിരുന്നു എത്രയൊക്കെ. അതാണ് അതിൻ്റെ സത്യം. ഈ ചർച്ച വളരെ കാലമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. LDF പറയേണ്ടിയിരുന്നത് ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത്തരം ഒരു ഓഹരി സെയിലുമായി ഞങ്ങളുടെ മുമ്പിൽ വരാൻ വേണ്ടി അതാനിക്ക് ധൈര്യമില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞു നിൽക്കാമായിരുന്നു. അതൊക്കെ പറയേണ്ടതിന് പകരം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അതിലേക്ക് ചർച്ച കൊണ്ടുപോയി വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുകയും ചെയ്തു. അതുകൊണ്ടും നിങ്ങൾ നേരത്തെ ഇട്ടതുപോലെ ഇത് പെട്ടോന്ന് ചോദിച്ചാൽ പെട്ടു. അത് സ്വയം കൃതാനർത്ഥമാണ്. ആ പാർട്ടിക്ക് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടൊരു നിലപാടില്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓരോരുത്തരും ഓരോ വർത്തമാനം പറയുന്നു. ഇതൊക്കെ CPMലെ വിഭാഗീയതയിലേക്ക് കൊണ്ടുപോയി കെട്ടുന്ന ഒരു ചർച്ചയിൽ ഞാൻ ഇന്നലെ പങ്കെടുത്തിരുന്നു. അതാണ് അതിശയം. ഇതിൽ CPMൽ എന്തോ വലിയ പ്രശ്നമുണ്ട് എന്നുള്ള മട്ടിലേക്ക് ആ പ്രശ്നം പോയി. ഇത് ആ പാർട്ടി സാധാരണഗതിയിൽ നേരിട്ടുകൊണ്ടിരുന്ന ഒരു പ്രശ്നമല്ല. ഇത്രയും പ്രധാനപ്പെട്ട ഇതൊരു ചെറിയ കാര്യമൊന്നുമല്ല, ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2 UDF സർക്കാരും ഒരു LDF സർക്കാരും ഇൻവോൾവ് ആയിട്ടുള്ള കേരളത്തിൽ ഇന്ന് വരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു പ്രോജക്റ്റാണ്. അതിൽ വേണ്ടതുപോലെ നിലപാടെടുക്കാൻ CPM പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ ആ കാര്യം ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു ചോദ്യം കൂടി അങ്ങോട്ട് ചോദിക്കാൻ വിചാരിക്കുന്നു. മറ്റതിലേക്ക് പോകാമെന്ന് വിചാരിച്ചാണ്. സർ, പ്രതിപക്ഷ നേതാവ് സെബിക്ക് കത്തയച്ചു സർ, മുഖ്യമന്ത്രിക്ക് കത്തയച്ചു സർ. ഇതിലെല്ലാം ആരോപണങ്ങളാണുള്ളത്. ഇതിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്. സ്വാഭാവികമായും ഒന്ന് പിണറായി വിജയൻ പറയുന്നു, 2 പ്രതിപക്ഷ നേതാവ് പറയുന്നു, പാർട്ടിക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇല്ല എന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. അവിടെയാണ് ഇന്നിപ്പോ MSC വന്നാൽ കുഴപ്പമില്ല എന്ന് നേതാക്കൾ മാധ്യമങ്ങളോട് ഡയറക്റ്റായി പറയുന്നത്. അപ്പൊ അതിനെ വിഭാഗീയത എന്ന് പറഞ്ഞില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ. ഇതിൻ്റെ അകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചർച്ചകളൊക്കെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് മാത്രം സംതൃപ്തരാകുന്നൊരു സമൂഹമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. ഇതിലിപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ MSC അവിടെ വരുന്നതിനോട് ഞാൻ 100% യോജിപ്പാണ്. അത് വരേണ്ടതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പാർട്ടിക്ക് വേണ്ടി പറയാൻ എനിക്ക് പറ്റില്ല, പാർട്ടി അത് ആലോചിച്ച് പറയേണ്ട കാര്യമാണ്. പക്ഷേ MSC വരണം എന്ന്, പക്ഷേ എത്രത്തോളം വരണം അവിടെയാണ് അതിനകത്തെ പ്രശ്നം. 25% വരെ സ്റ്റേക്ക് വിൽക്കാൻ വേണ്ടി അദാനിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യമില്ല. കാരണം അതിന് 25% അല്ലോ അതിൽ താഴെ എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി ഷെയർ ഹോൾഡറാണ്. അവർക്ക് ഒരു കമ്പനിയുടെ പുറത്ത് ചെലുത്താൻ പറ്റുന്ന സ്വാധീനത്തിന് വളരെ ലിമിറ്റുണ്ട്. അതേസമയം 49% എന്ന് പറഞ്ഞാൽ ഒരു ജോയിൻറ്റ് വെഞ്ചറൽ കമ്പനിയായിട്ട് മാറുകയാണ് പ്രാക്ടിക്കലി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുറമുഖത്തിൻ്റെ കൺട്രോളിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വേറൊരു വിദേശ കമ്പനിക്ക് കിട്ടുകയാണ്. 24 MSC പോലത്തെ ഒരു കമ്പനി വരണം എന്നുള്ളത് അത് വിഴിഞ്ഞം പോർട്ടിൻ്റെ വിജയത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വിഴിഞ്ഞം നമ്മുടെ വല്ലാർപാടത്ത് അങ്ങനെ ഒരു കമ്പനി ഇല്ലാതിരുന്നതാണ് വല്ലാർപാടം പിക്ക് ചെയ്യാതിരുന്നത് ഞാനത് പല മനുഷ്യരോടും ചോദിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഷിപ്പിംഗ് പോർട്ടുമായി ബന്ധപ്പെട്ട കച്ചവടവുമായി ബന്ധപ്പെട്ട ആളോട് ചോദിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് വല്ലാർപാടത്തിൻ്റെ കാരണങ്ങൾ ഒന്ന് അതാണെന്നുള്ളതാണ്. ഇപ്പോൾ വിഴിഞ്ഞത്ത് അത്തരമൊരു കമ്പനി വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഐ വെൽക്കം ദാറ്റ്. പക്ഷേ അവർക്ക് നമ്മളിതിൻ്റെ പുറകോട്ട് പോകുമ്പം ഇവിടെ വരുന്ന കമ്പനി ഏതാണ് നമ്മൾ ചർച്ച ബാക്കി സമയത്ത് ഞാനതിനെക്കുറിച്ച് വീണ്ടും പറയാം. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. അത് ചർച്ച ചെയ്യാതെ ഇത് മുഴുവൻ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിൽ തോറ്റ പാർട്ടിയാണ് CPM എന്ത് പറയുന്നു എന്നുള്ളത് ഡീലിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമല്ല. പറയേണ്ടത് കോൺഗ്രസും UDFും സർക്കാരും മുഖ്യമന്ത്രിയാണ്. പ്രതിപക്ഷ നേതാവും CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും പറയുന്നതിനെ കുറിച്ചാണ് പക്ഷേ നമ്മളിപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ ട്രാജഡി.
തീർച്ചയായും. മാത്രമല്ല ആ കാര്യങ്ങൾ ഉറക്കെ പറയാൻ CPM ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ്. പാർട്ടി സെക്രട്ടറി പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ചർച്ചകളിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുന്നത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും ഒരു കാര്യത്തിൽ നാലക്ഷരം മറുപടി പറയാൻ കഴിയാത്ത എന്ത് പ്രതിസന്ധിയാണ് പാർട്ടിക്കുള്ളത് എന്ന് സത്യമായി മനസ്സിലാവുന്നില്ല. അത് വിശദീകരിക്കും എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളെ വിളിച്ച് വാർത്താ സമ്മേളനം പറയുന്ന കാര്യം വിശദീകരിക്കേണ്ടതില്ല എന്നാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളെ വിളിച്ച വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ആ കാര്യങ്ങളിലൊക്കെ ചർച്ചയിൽ ഭാഗമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ആ പ്രതിരോധത്തിലാണ് എന്ന കാര്യം വ്യക്തമാവുകയാണ്. ഇപ്പൊ ആ നേതാവ് ഇതിനല്ലേ പറഞ്ഞത്, ഈ നേതാവ് പക്ഷെ അങ്ങനെയാണല്ലോ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഏതു നേതാവിനെ തള്ളും ഏതു നേതാവിനെ കൊള്ളും എന്നൊരു പ്രതിസന്ധി പാർട്ടിക്ക് മുന്നിൽ നിൽക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം എന്നുകൂടി വിചാരിക്കുന്നു. NV ബാലകൃഷ്ണൻ, ഇപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഈ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. എൻ്റെ ഒരു ചോദ്യത്തെ വളരെ ചാതുര്യത്തോടു കൂടി ഒഴിവാക്കാനും അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു കാര്യമാണ്. NV ബാലകൃഷ്ണൻ പക്ഷെ പ്രകടമാണ് ഒന്ന് KK ശൈലജ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ നിലപാട് വ്യക്തമാക്കുകയാണ് ഈ കാര്യത്തിൽ. ഞങ്ങൾ അഴിമതി കാണുന്നില്ല, എൻ്റെ കയ്യിൽ അതിനുള്ള തെളിവില്ല എന്ന് KP ജയരാജൻ പറയുകയാണ്. സ്വാഭാവികമായും അങ്ങനെ ഒരു വ്യത്യസ്താഭിപ്രായം വളരെ ശക്തമായ ഒരു വലിയ ചേരിയുടേതായി ഉണ്ടാകുന്നു. ഇപ്പുറത്തായ പിണറായി വിജയനും പരമാവധി ഗോവിന്ദൻ മാസ്റ്റർ എന്ന നിലയ്ക്ക് ആ അഭിപ്രായം ചുരുക്കപ്പെടുന്നു എന്ന് കാണണോ? മാധു, ജേക്കബ് സാർ പറഞ്ഞൊരു കാര്യത്തിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും ശരിയെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് കൃത്യമായും ചർച്ച ചെയ്യപ്പെടേണ്ടത് CPM-നകത്തെ വിഭാഗീയതയേക്കാൾ ഉപരി ഈ കരാർ തന്നെയാണ്. അതിലൊന്നും ഒരു സംശയവും ആർക്കും ഉണ്ടാവും തോന്നുന്നില്ല. പക്ഷേ ആ കരാർ ചർച്ച ചെയ്യേണ്ട സമയത്ത് ജേക്കബ് സാർ ഉൾപ്പെടെയുള്ളവർ അത് ചർച്ച ചെയ്തിരുന്നില്ല എന്നതാണ് വസ്തുത. നമുക്കറിയാം 2015 ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടാവുന്ന കരാറാണ്. അതിനുശേഷം അന്ന് ആ കരാർ ഉണ്ടായിരുന്ന സമയത്ത് 60,000 കോടിയുടെ അഴിമതി എന്നാണ് ദേശാഭിമാനി ഉൾപ്പെടെ ഹെഡിങ് എഴുതിയത്. വലിയ കടൽക്കൊള്ളയാണ് നടക്കുന്നതെന്നൊക്കെ അന്ന് CPM അതെ 6,000 കോടിയുടെ 6,000 കോടിയുടെ കടൽക്കൊള്ള അങ്ങനെയാണെന്ന് എഴുതിയത്. അതുമാത്രമല്ല, ആ നിലയിലാണ് അന്ന് CPM വിശേഷിപ്പിക്കാൻ ശ്രമിച്ചത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഈ കരാറിലേക്ക് പോകുമ്പോൾ. അതിനെ തുടർന്ന് അധികാരത്തിൽ വന്നിട്ടുള്ള പിണറായി ഗവൺമെൻറ് 2 ഉപകരാറുകൾ പിന്നീട് അതിലൂടെ കൂട്ടിച്ചേർക്കുകയും അങ്ങനെയാണ് ആ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കരാർ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്തുള്ള ബൈൻഡിങ് ആയിട്ടുള്ള വ്യവസ്ഥയാണ് 5-3 പ്രകാരം ഇതിനകത്ത് ഷെയർ 25% വരെ നേരിട്ടും അതിനുശേഷം മുകളിലോട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി കൂടിയും ചെയ്യാം എന്നുള്ളതൊക്കെ ആ കരാറിൻ്റെ ഭാഗമാണ്. അങ്ങനെ വ്യവസ്ഥകൾ കരാറിനകത്ത് വെക്കുമ്പോൾ ഇതാരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് എന്ന ചോദ്യം ചോദിക്കേണ്ടിയിരുന്നത് കേരളത്തിലെ ഇടതുപക്ഷമാണ്. തീർച്ചയായും അങ്ങനെയാണ്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണെന്നാണല്ലോ വെപ്പ്. സ്വാഭാവികമായും ഈ കരാർ ഇടകീറി പരിശോധിച്ച് അത് ആരുടെ താല്പര്യം സംരക്ഷിക്കും എന്ന് പരിശോധിക്കാൻ ബാധ്യതപ്പെട്ട ഇടതുപക്ഷം അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഉമ്മൻചാണ്ടി 40 വർഷത്തേക്ക് കരാർ ഉണ്ടാക്കുന്നത് 45 വർഷത്തേക്ക് കരാറാക്കി കൊടുക്കുന്നത്, അത് പിന്നീട് ഒരു 20 വർഷം കൂടി നീട്ടിക്കൊടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത്, ഇങ്ങനെയൊക്കെ ആ കരാറിനെ സമ്പൂർണ്ണമായി അദാനിക്ക് അനുകൂലമാക്കി മാറ്റി തീർക്കുക മാത്രമല്ല അദാനി നമ്മുടെ പാർട്ട്ണറാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് CPM കൊണ്ടെത്തിച്ചത്. അതായത് തങ്ങൾ പ്രതിദാനം ചെയ്യേണ്ട ഒരു രാഷ്ട്രീയം പ്രതിദാനം ചെയ്തില്ലെന്ന് മാത്രമല്ല അദാനിക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അദാനി AKG സെൻറ്ററിൽ വന്ന് സംസാരിക്കുന്നു, തുടർന്നുണ്ടാവും സംസാരിക്കുന്നു. നമുക്കറിയാം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഡീലിങ്ങുകളെ കുറിച്ചൊക്കെ നമുക്ക് പൊതുവായി സാമാന്യമായ മനുഷ്യർക്കറിയാം. അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ജനതയെ പ്രതിരോധിക്കേണ്ട പ്രസ്ഥാനം അത് ചെയ്തില്ല. അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, അത് ചെയ്യാതിരിക്കുമ്പോഴും CPM മനസ്സിലാക്കാതെ പോകുന്നത്. എൻ്റെ ഏറ്റവും പറയാവുന്ന ഒരു കാര്യം അതാണ്. നേരത്തെയൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ വെറും ഈ പറയുന്ന പ്രിന്റ് മീഡിയ ഒക്കെ ഉള്ളൊരു കാലത്ത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു പ്രസ്താവന നടത്തിയാൽ കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ അതങ്ങ് വിശ്വസിക്കും. കാരണം CPM-ന്റെ ഒരു നേതാവ് കളവ് പറയില്ല എന്നൊരു ധാരണയിൽ അവർ നിൽക്കും. പക്ഷേ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള സ്ഥിതി അതല്ല. CPM-ന് അകത്ത് നടക്കുന്നതും പുറത്ത് നടക്കുന്നതും ആളുകൾക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഏത് സാധാരണക്കാരും മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ അദാനിയുമായി ബന്ധപ്പെട്ട് ഈ കരാറിൻ്റെ പ്രശ്നം വരുമ്പോൾ നമ്മൾ വെറുതെ ഗൂഗിൾ എടുത്തൊന്ന് അടിച്ചു നോക്കിയാൽ കരാർ എന്താണ്, അതിനകത്തെ വ്യവസ്ഥ എന്താണെന്ന് ഓരോ സാധാരണ മനുഷ്യനും മനസ്സിലാവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ 5.3 ഒക്കെ അവർക്ക് വായിക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമ്മൾ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അങ്ങേയറ്റത്തെ അവധാനതയോടെ ഗൗരവത്തോടെ, ആളുകൾ വിഡ്ഢികളല്ല, അവർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് എന്നൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ നിലവിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ബാധ്യതമാണ്. പക്ഷേ CPM-ന് ഇപ്പോഴും മനസ്സിലാവാത്തത് അതാണ്. ഒരു തെരഞ്ഞെടുപ്പിലെ അതിഭയാനകമായ പരാജയം, അതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് വലിയ ഉത്കണ്ഠയുണ്ട്. അത്തരം ഒരു വലിയ CPM ഒന്നും പഠിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇനി സംസാരിക്കരുത്.
പാർട്ടി സെക്രട്ടറി എഴുതിയ ലേഖനം, അങ്ങ് പറഞ്ഞതുപോലെ പാർട്ടി സെക്രട്ടറി ഒരു ലേഖനം എഴുതിയാൽ അതിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് ദേശാഭിമാനി, വിചാരിക്കുന്ന അണികളെങ്കിലും ഉണ്ട്. അതിൽ എന്താണ് പറയുന്നത്? അതിൽ പറയുന്നത് വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനി ഗ്രൂപ്പിനുള്ള ഓഹരികളിൽ 49% ബഹുരാഷ്ട്ര സ്വകാര്യ ഷിപ്പിംഗ് കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാനുള്ള നീക്കം. സർ, വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനി കമ്പനിക്ക് ഓഹരി ഉണ്ട് എന്ന് പാർട്ടി സെക്രട്ടറി ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതാരെ പറ്റിക്കാനാണ്? അതെ 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 അതാണ് പ്രശ്നം. അതാണ് എന്താണ് ഏത് കരാറാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്? വിഴിഞ്ഞം തുറമുഖം അല്ലല്ലോ, ആ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ കാര്യങ്ങളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഷെയർ ആണ് വിൽക്കാൻ കഴിയുക. അല്ലാതെ തുറമുഖം ഒന്നിച്ച് വിൽക്കാനൊന്നും അതാണ് വിചാരിച്ചാൽ കഴിയില്ല. കാരണം വെച്ചാൽ COT അടിസ്ഥാനത്തിൽ നിർമ്മിച്ച് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് 60 ഒരുപക്ഷെ 80 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും മാറും. അതുവരെ സംസ്ഥാനത്തിന് വിശേഷിച്ച് വരുമാനമൊന്നും കിട്ടാനില്ല. ആദ്യത്തെ വർഷങ്ങളിൽ 1 ഉറുപ്പികയും അതിനുശേഷം 1% അങ്ങനെയൊക്കെയാണ്. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകല്ലേ, വേണമെങ്കിൽ നമുക്ക് കരാർ വിശദമായിട്ട് ചർച്ച ചെയ്യാം. അത്രയും, അതായത് ഒരു തരത്തിലും ജനതാല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു കരാറാണിത് എന്ന് പറയാൻ പറ്റില്ല. അത് വേറെ പ്രശ്നമാണ്. അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അത്തരം കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കേണ്ട, അത് ചെയ്യാതെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ VD സതീശനെ വളരെ എളുപ്പത്തിൽ ആപ്പിലാക്കാം, അതിന് പറ്റുന്ന രൂപത്തിൽ ഞങ്ങൾ ഈ പറയുന്നതിനനുസരിച്ച് ജനങ്ങൾ നിൽക്കും എന്ന രൂപത്തിൽ നിലപാടെടുത്താൽ അത് CPM ഉണ്ടാക്കുന്ന പ്രത്യേകത. നിങ്ങൾ നോക്കൂ, CPM പോലെ ഒരു പാർട്ടിക്കകത്ത് സംഭവിക്കാൻ പാടില്ല കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. KK രാഗേഷ് എന്ന് പറയുന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താണ് ഈ ഇതിനകത്ത് നമ്മുടെ അയ്യരെ മാറ്റിയതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറയേണ്ടത് സംസ്ഥാന സെക്രട്ടറി ഓന്നു മാഷും ഇനി അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി മെമ്പർമാർ ഒക്കെയാണ്. അല്ലാതെ ഒരു കണ്ണൂർ ജില്ലയുടെ സെക്രട്ടറി ആയിട്ടുള്ള KK രാഗേഷ് ഇതിൽ എന്താണ് കാര്യം? വിമർശനമെങ്കിലും അത് കണ്ണൂരിലെ പാർട്ടി ഓഫീസ് പണിയാനുള്ള പൈസ അദാനിയാണ് മുടക്കിയതെന്നാണ് ഇന്ന് കണ്ണൂരിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ ഫേസ്ബുക്കിലൂടെ ആരോപിക്കുന്നത്. പക്ഷെ പാർട്ടി അതൊന്നും കണക്കിലെടുക്കുന്ന മറുപടി പറയുന്നില്ല. അതെ, പാർട്ടി അത് കണക്കിലെടുക്കുന്നില്ല. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ ജനങ്ങൾ ഒരു പക്ഷേ അതൊക്കെ വെറുതെ CPM അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയും. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇപ്പോൾ നാട്ടിലെ 99% ജനങ്ങളും CPM പ്രവർത്തകന്മാരും അനുഭാവികളൊക്കെ തീർച്ചയായും ഉണ്ടാവും. അതിനൊക്കെ സാധ്യതയുണ്ട് എന്നാണ്. കാരണം അതിൻ്റെ ഒരു ഘടനയിൽ ആ നിലയിലുള്ള ജീർണതകൾ ബാധിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം ആക്ഷേപം ഉന്നയിച്ചാൽ അത് വരും. ഇനി വേറൊരു കാര്യം നിങ്ങൾ ഒറ്റക്കാരോട് ഞാൻ പറഞ്ഞോട്ടെ, KK രാഗേഷ് ഇങ്ങനെ പറഞ്ഞു. KK രാഗേഷ് ഇങ്ങനെ പറഞ്ഞപ്പോൾ പണ്ടത്തെ CPM-ലാണെങ്കിൽ KK രാഗേഷ് പറഞ്ഞത് അവിടെ നിൽക്കും, മറ്റാരോടെയും ചോദിച്ചാൽ അവർ പറയാൻ തടഞ്ഞു ചോദിച്ചാൽ ഞങ്ങളത് കേട്ടില്ല അല്ലെങ്കിൽ മനസ്സിലാക്കിയില്ല, ശേഷം പഠിച്ചതിന് ശേഷം പറയാം എന്നൊക്കെ പറഞ്ഞു ഒഴിമാറി. ഇത് അങ്ങനെയല്ല. ഇത് പത്രക്കാരെ മുൻകൂട്ടി വിളിച്ച് ഏർപ്പാടാക്കിയിട്ട് ശ്രീമതി ടീച്ചറും അതുപോലെ ശൈല ടീച്ചറൊക്കെ അതിനെതിരായ പ്രസ്താവന കൊടുക്കുകയാണ്. അതായത് വളരെ കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായി പാർട്ടിക്കകത്ത് പല ജേക്കബ് സാർ എന്തൊക്കെ കുറച്ച് കാണിച്ചാലും CPM-നകത്ത് അത്ര വലിയ ഗുരുതരമായ രൂപത്തിലുള്ള ഈ പറയുന്ന വിഭാഗീയത രൂപപ്പെട്ട് വരുന്നതിൻ്റെ, പലതരത്തിലുള്ള സംഘർഷങ്ങൾ CPM-നകത്ത് രൂപപ്പെട്ട് വരുന്നതിൻ്റെ, അതിൻ്റെ കെട്ടുറപ്പും സംഘടനാ സംവിധാനമൊക്കെ തകർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ യാഥാർത്ഥ്യത്തെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ ജോർജ് പടിപ്പാറ, ഇപ്പം ഈ ദിവ്യ ആസാരിയുടെ സ്ഥാനമാറ്റവുമായി ബന്ധപ്പെട്ട് ശൈലജ ടീച്ചർ അടക്കമുള്ള ആളുകൾ അതിൽ വിവാദം ഉണ്ടാക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അതിൽ പക്ഷേ ശക്തമായ ഭാഷയിൽ CPM-ലെ പ്രധാനപ്പെട്ട നേതാക്കൾ മറ്റു പലരും, ഇപ്പോൾ KK രാഗേഷ് അടക്കമുള്ള, മാത്രമല്ല അതിനുശേഷം പാർട്ടി പത്രം തന്നെ അത്തരം വാർത്തകൾ കൊടുത്തു, പാർട്ടി സെക്രട്ടറി അതിൽ അഭിപ്രായം പറഞ്ഞു. ഇങ്ങനെ പല നേതാക്കളും അതിൽ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്നിപ്പോഴത്തെ അന്ന് വന്ന വാർത്തകളും കത്തൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും നോട്ടീസ് ഒന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും നോട്ടീസ് അങ്ങനെ പുറത്തുവിടാൻ പാടില്ല എന്നാണ് വ്യാഖ്യാനമെങ്കിലും അങ്ങനെ എന്തെങ്കിലും നടപടി, കരാർ ലംഘനം അദാനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് പോലും കഴിഞ്ഞ കാലങ്ങളിൽ ഇവരാരും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ 15 കോടിയുടെ പിഴ അടയ്ക്കാനുള്ള നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത് നോട്ടീസ് കൊടുത്ത പിഴ അടച്ചിട്ടുണ്ടോ എന്നാരും പറയുന്നില്ല. GST-യുമായി ബന്ധപ്പെട്ട് 1075 കോടി രൂപ അധികം കൈപ്പറ്റിയത് തിരിച്ചടച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ 15 കോടിയുടെ പിഴ അടയ്ക്കാൻ നോട്ടീസ് കൊടുത്തു. എന്നിട്ട് ഈ 15 കോടിയുടെ പിഴ അടച്ചോ? ഇല്ല. അപ്പൊ കൊടുത്ത നോട്ടീസ് വെറുതെ അങ്ങ് കൊടുത്തതാണോ, അതോ ഇത് അടയ്ക്കുന്നില്ലെങ്കിൽ അടപ്പിക്കാനുള്ള പരിപാടി ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടോ? തുടർന്നത് എങ്ങനെയാണ് മുന്നോട്ട് പോയത്? ഈ കാര്യങ്ങളിൽ ഒന്നുമില്ല. ദിവ്യ എസ് അയ്യർ പ്രതിരോധിക്കാൻ ശ്രമിച്ചു എന്നതിനപ്പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം പുറത്തേക്ക് വന്നിട്ടില്ല. ഈ 15 കോടി പിഴ അടയ്ക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ട് അത് ചെയ്തോ ഇല്ലയോ എന്ന് പോലും പറയുന്നില്ല. അത് ഇതൊക്കെ ആരുടെ കാലത്താണ് നടന്നത്? ഇതൊന്നും ഇപ്പൊ ഈ VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്ന് ഈ 40 ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ 50 ദിവസത്തിനുള്ളിലോ നടന്നിട്ടുള്ള കാര്യങ്ങളല്ല. ഇതൊക്കെ അതിന് മുമ്പേ നടന്നതാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ കരാറിൽ എന്തെങ്കിലും പെശകുണ്ടെങ്കിൽ അത് ഈ സർക്കാരിന്റെ പെശകല്ല. ഒരുപക്ഷെ ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിന് പൂർണ്ണമായിട്ടും അംഗീകരിക്കാവുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ താല്പര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കുന്ന ഒരു കരാറായ അല്ല
അദാനിയുമായിട്ട് ഒപ്പുവെച്ചത് എന്നൊരു വാദത്തിന് വേണ്ടി അംഗീകരിക്കാം. പക്ഷെ അവിടെയും ഉണ്ട് മാധു ഒരു പ്രശ്നം. ആ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവിടെ അദാനി ഒഴിച്ച് മറ്റൊരു കമ്പനി ഇല്ല. ഈ തുറമുഖം വിഴിഞ്ഞം പോലെ വളരെ വളരെ പ്രാധാന്യമുള്ള, ഒരുപക്ഷെ ലോകത്ത് തന്നെ ഇത്രയും കപ്പൽ ചാലുമായിട്ട് വളരെ അടുത്തുള്ള, ഇത്രയും ആഴമുള്ള ഒരു മദർഷിപ്പുകൾക്ക് പോലും അടുക്കാവുന്ന ഒരു തുറമുഖം കേരളത്തിന് ഭാവിയിൽ വലിയ പ്രയോജനം ചെയ്യും. അന്താരാഷ്ട്ര ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തുന്നത് തുറമുഖമാണ് എന്ന് എല്ലാവരും പറഞ്ഞൊരു സാഹചര്യത്തിൽ ഇത് നിർമ്മിക്കാൻ നേരത്തെ വന്നപ്പോൾ ഒരു ചൈനീസ് കമ്പനി വന്നു. അതിനെ സുരക്ഷാ കാരണങ്ങളാൽ കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചു. പിന്നെ ഒരൊറ്റ കമ്പനിയുള്ളൂ, അദാനി കമ്പനി. അവിടെ സ്വാഭാവികമായിട്ടും അദാനിക്ക് കൂടുതൽ ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിലൊക്കെ പറയല്ലോ ഇലാസ്റ്റിസിറ്റി. അവിടെ ഇലാസ്റ്റിസിറ്റി അദാനി കമ്പനിക്ക് അനുകൂലമാണ്. അവരാണ് ടേംസ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മതി, ഞങ്ങൾക്ക് നിർബന്ധമില്ല. ഇവിടെ ആവശ്യക്കാരൻ കേരള സർക്കാരാണ്. അത് എങ്ങനെയെങ്കിലും നടത്തിയേ അല്ലെങ്കിൽ തുടങ്ങിയേ വെക്കൂ എന്നുള്ളൊരു നിലപാടിൽ കേരള സർക്കാർ വഴങ്ങിക്കൊടുക്കുമ്പോൾ അദാനി ഡിമാൻഡ്സ് വെക്കുന്നു, കണ്ടീഷൻസ് വെക്കുന്നു. ആ കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്യാതെ ഈ തുറമുഖ നിർമ്മാണം നടക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇലാസ്റ്റിസിറ്റി അദാനിക്ക് അനുകൂലമായതുകൊണ്ട് തന്നെ അദാനിക്ക് അനുകൂലമായ ഒരുപാട് വ്യവസ്ഥകൾ അതിനകത്തുണ്ട്. അത് UDF സർക്കാരിന്റെ കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒപ്പുവയ്ക്കപ്പെട്ട ഒരു കരാറാണ്. എങ്കിൽ പോലും അതിനകത്ത് അദാനിക്ക് എല്ലാ കാലത്തും എത്രയൊക്കെ ആയാലും നിർമ്മിച്ച് ഓപ്പറേറ്റ് ചെയ്ത് കേരള സർക്കാരിന് കൈമാറുക എന്നതിനപ്പുറത്ത് ആ തുറമുഖം സ്വന്തമാക്കാനുള്ള ഒരു സാഹചര്യവും ആ കരാർ പ്രകാരമില്ല. അതൊരു വസ്തുതയാണ്. അത് കേരള സർക്കാരിന്റെ തുറമുഖം തന്നെയാണ്. അത് അദാനിക്ക് ഒരിക്കലും സ്വന്തമാക്കാൻ പറ്റില്ല. ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ആ കരാറിലെ വ്യവസ്ഥകൾ മോശമാണെങ്കിൽ അത് സംബന്ധിച്ച ഒരു അന്വേഷണ കമ്മീഷനൊക്കെ വെച്ചല്ലോ. ആ കമ്മീഷൻ റിപ്പോർട്ട് എവിടെ പോയി? അതിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകും? നേരെ മറിച്ച് UDF സർക്കാരിനേക്കാൾ ആവേശത്തോടെ വിഴിഞ്ഞം പദ്ധതി UDF സർക്കാർ ഒരു കരാർ ഒപ്പിട്ടതിനപ്പുറത്ത് ഒന്നും ചെയ്തില്ല. ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയതും വൈതരണികളും പ്രതിസന്ധികളും ഒക്കെ അതിജീവിച്ച്, കല്ല് കിട്ടാത്ത പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ നടത്തിയ സമരങ്ങൾ, അതിനെയൊക്കെ ഏത് രീതിയിലാണ് ഈ സർക്കാർ, ഇടതുമുന്നണി സർക്കാർ നേരിട്ടതെന്നൊക്കെ നമുക്കറിയാം. ഒരിക്കലും സംഭവിക്കാത്ത പോലെ ലോങ് മാർച്ച്, BJPയുമായി ചേർന്ന് ലോങ് മാർച്ച് പോലും ഇടതുമുന്നണി സംഘടിപ്പിച്ചു. അപ്പൊ സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു കരാറിനപ്പുറത്തേക്ക് ഒരു ക്രെഡിറ്റും UDFനോ ഉമ്മൻചാണ്ടിക്കോ കൊടുക്കാതെ അത് മുഴുവൻ യാഥാർത്ഥ്യമാക്കിയത് ഞങ്ങളാണ് എന്ന് വരുത്തി തീർത്ത് UDFനേക്കാൾ ഇതിന്റെ പിതൃത്വം അവകാശപ്പെടാനുള്ള ആവേശവും മറ്റ് രീതിയിലുള്ള ആ ഒരു ഇതല്ലേ നമ്മൾ കണ്ടത്. ശരി, അതാണ് ഇന്നിപ്പോ EP ജയരാജനടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല അതിന്റെ മുഴുവൻ ക്രെഡിറ്റും UDFിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അത് കൂടുതൽ ഗൗരവബുദ്ധിയോടെ പാർട്ടി സമീപിക്കണം, പാർട്ടി പരിഗണിക്കണം എന്ന കാര്യങ്ങളടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ശ്രീ KJ ജേക്കബ് അടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ചതുപോലെ രാഷ്ട്രീയ വിവാദങ്ങളാണ് ഇപ്പോൾ അധികവും ചർച്ചയാവുന്നത്. നമ്മൾ ഈ ചർച്ചയിലും ഏറെ നേരം രാഷ്ട്രീയ വിവാദങ്ങൾ ചർച്ച ചെയ്തു. പക്ഷെ അതിന്റെ കോർ ഇഷ്യൂ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കരാറിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന കാര്യം അറിയാതെ പോകുന്നതും പറയാതെ പോകുന്നതുമായ വിഷയം വേണ്ടത്ര കേരളം ചർച്ച ചെയ്യുന്നില്ല. അതിന് പ്രതിപക്ഷത്തിന് ആ വിഷയം ഉയർത്താൻ കഴിയാത്ത എന്ത് പ്രതിസന്ധിയാണുള്ളത്? അല്ല, ഞാൻ മനസ്സിലാക്കുന്ന മാധു, ഇതിൽ ഇപ്പോൾ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്ന പണി വിമർശിക്കാൻ വേണ്ടിയിട്ട് വിമർശനം നടത്തുന്നു എന്നുള്ളതാണ്. അവർക്ക് 10 വർഷക്കാലത്തെ ഭരണത്തിലിരുന്നപ്പോൾ സകല സൗകര്യങ്ങളിലുമായിരുന്നത് കൊണ്ട് മാത്രം അവർക്ക് രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം അവർ മറന്നുപോയി. പ്രതിപക്ഷം ചെയ്യേണ്ട പണി എന്താണെന്ന് അവർ മറന്നുപോയി. പണ്ടൊക്കെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഇവർ വലിയ സമരങ്ങൾ നടത്തുന്നു, വലിയ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലപാടുകളൊക്കെ പ്രഖ്യാപിക്കും. ഇന്ന് ഇവർ പ്രഖ്യാപിക്കുന്ന നിലപാട് കേട്ട് ഇവരുടെ സ്വന്തം അണികൾക്ക് പോലും ചിരി വരുന്ന സാഹചര്യമുണ്ട്. അതിന് കാരണം 10 വർഷക്കാലം എടുത്തിട്ടുള്ള ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് വേണ്ടിയിട്ട് പാർട്ടിയുടെ സംഘടനാപരമായ ആശയങ്ങൾ ബലികഴിച്ചത് കൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ പലരും ഏതെങ്കിലും രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നു. ഞാൻ കൃത്യമായിട്ട് കാണുന്നത് CPMനകത്ത് വലിയ വിഭാഗീയത തലപൊക്കി തുടങ്ങിയിരിക്കുന്നു. 10 വർഷക്കാലം ചോദ്യം ചെയ്യാൻ ആളില്ലാത്ത ഒറ്റ ക്യാപ്റ്റന്റെ കീഴിൽ ഞങ്ങൾ ഈ കപ്പൽ തുഴയുകയാണെന്നൊക്കെ പറഞ്ഞ് PR നടത്തിയ ആളുകൾ ഇന്ന് അത് പറ്റില്ല എന്നുള്ള രീതിയിൽ അഭിപ്രായം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയെങ്കിലും പറഞ്ഞു തുടങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് ഈ സംസ്ഥാനത്തെ സാധാരണക്കാരായ മനുഷ്യരാണ്. ഇവരെ അങ്ങനെ തോൽപ്പിച്ചത് കൊണ്ടാണ് ഇവർക്ക് ഇപ്പോൾ അഭിപ്രായം പറയാൻ ഇവരുടെ പാർട്ടിയിൽ കുറച്ച് ആളുകളെങ്കിലും ധൈര്യത്തോടെ വന്നത്. ഒറ്റ
ഒരൊറ്റ നേതാവിന് ചുറ്റും കറങ്ങുന്ന സംവിധാനം ഈ നാട്ടിലോ ഈ രാജ്യത്തോ ലോകത്തോ ഒരിക്കലും ശരിയായിട്ടുള്ള രീതിയല്ല. അതൊരു ജനാധിപത്യ രീതിയുമല്ല. അപ്പോൾ ആളുകൾക്ക് അഭിപ്രായം പറയാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറെ കൂടി നന്നായി കറക്റ്റ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ കുറെ കൂടി നന്നായിട്ട് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുമായിരുന്നു. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CPM ഉയർത്തുന്ന ഒരു ആരോപണവും വാലിഡിറ്റി ഇല്ലാത്തതാണ്. കാരണം അവർ അധികാരം ഒഴിഞ്ഞിട്ട് 50 ദിവസം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. 50 ദിവസം കഴിയുമ്പോഴത്തേനും പുതിയ സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കാൻ വിഴിഞ്ഞം പോലെ ഒരു കാര്യം എടുത്തിടാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച പൊടിപ്പാറ സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതിലൊരു നിരീക്ഷണം കറക്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വിഴിഞ്ഞം പോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാർ ഒപ്പിട്ടപ്പോൾ ആ കരാറിൽ ഒരുപാട് വിമർശനം ഉന്നയിച്ചതാണ് ഇവർ. അവർ 6000 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചു, അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു. അതിനുശേഷം ഇവർ അധികാരത്തിൽ വന്നതിന് ശേഷം ഞാൻ ഇപ്പോൾ ഓർക്കുന്നു CPMന്റെ പ്രതിനിധികൾ ഞങ്ങളോടൊക്കെ ചർച്ചയിൽ വന്നിരുന്നു പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് LDF ഒപ്പിട്ട കരാർ പ്രകാരമാണ്, ഇത് LDFന്റെ ഭരണ നേട്ടമാണെന്ന് ഇവർ അവകാശപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി വിഴിഞ്ഞത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു കുഴപ്പമുണ്ടെങ്കിൽ, കരാറുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യവസ്ഥകളിൽ ഒരു കുഴപ്പമുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം LDF ഏറ്റെടുത്തിട്ട് വേണം ഇനി സംസാരിക്കാൻ. കാരണം ഇപ്പോൾ അവർ പറയുന്നതനുസരിച്ചിട്ടുള്ള കരാർ പ്രകാരമല്ലേ മുന്നോട്ട് പോകുന്നത്. അപ്പൊ പിന്നെ ഈ ഉമ്മൻചാണ്ടിയെ VD സതീശനെ ആക്ഷേപിക്കുന്ന LDF ഉയർത്തുന്നത് ആ കരാർ ലംഘനത്തിലുള്ള നീക്കം അദാനിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിൽ സർക്കാരിന് വേണ്ടത്ര ശ്രദ്ധയുണ്ടായില്ല, സർക്കാരിന് ഒരു തിടുക്കവും ഉണ്ടായി അനുകൂല നിലപാടെടുക്കാൻ. ഇതുവരെയും ഒരു അതൃപ്തി പ്രഖ്യാപനം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നായിരുന്നു. എനിക്ക് അതിൽ 2-3 കാര്യം പറയാനുണ്ട്. ഒന്ന്, ഈ സർക്കാർ അധികാരത്തിൽ വരുന്ന 50 ദിവസത്തിന് മുമ്പ് വരെ പിണറായി വിജയന്റെ സർക്കാരായിരുന്നു കേരളം ഭരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് വിഴിഞ്ഞത്ത് നടന്ന കോൺക്ലേവിൽ MSC കമ്പനിയുടെ പ്രതിനിധികൾ പങ്കെടുത്തുവെന്നും അവർ നടത്തുന്ന ചർച്ചയ്ക്ക് സാക്ഷിയായിരുന്നുവെന്നും മുൻ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞിട്ടുണ്ടല്ലോ. മാധ്യമങ്ങളുടെ മുമ്പിൽ അതുണ്ടാവും, മാധ്യമങ്ങളുടെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി ദിവ്യ S അയ്യരെ മാറ്റാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സമ്മർദ്ദം മുൻപും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. ആരായിരുന്നു സമ്മർദ്ദം ചെലുത്തിയത്? ആരുടെ ഭാഗത്തുനിന്നായിരുന്നു സമ്മർദ്ദം? എന്തുകൊണ്ടാണ് CPM 50 ദിവസം മുമ്പ് അക്കാര്യത്തെക്കുറിച്ച് പറയാതിരുന്നത്? അപ്പോൾ ഒരു സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും IAS IPS ഉദ്യോഗസ്ഥരെ, സിവിൽ സർവൻസിനെ സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങൾക്കനുസരിച്ചിട്ട് മാറ്റിവെക്കുന്നേ, അതൊരു ഡിസ്ക്രിപ്ഷൻ അല്ലേ? ഇവരങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾ എതിർത്തിട്ടുണ്ടോ? ഇനി ഞങ്ങൾ ചെയ്യുമ്പോൾ ഇവർ എതിർക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ പാർട്ടിയിൽ ഒരു യോജിപ്പുണ്ടായിട്ട് വേണം എതിർക്കാൻ. CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് പോലും ബോധ്യമില്ലാത്ത ഒരു രാഷ്ട്രീയ ആരോപണമാണ് ഇപ്പോൾ VD സതീശൻ സർക്കാരിനെതിരെ അവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് അത് വാലിഡായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ചെയ്യാൻ സാധ്യതയുള്ളതായോ കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പം ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാലം, വിഴിഞ്ഞം നമ്മുടെ ഒരു സ്വപ്ന പ്രോജക്റ്റ് ആണല്ലോ, ഇത്രയും കാലം അനുഭവ പരിചയമുള്ളൊരു IAS ഉദ്യോഗസ്ഥയെ അവിടെ നിന്ന് മാറ്റുന്നു, അതിന് സർക്കാർ കാണുന്ന ലക്ഷ്യം എന്താണെന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഇത്രയും വലിയ അഴിമതിയുമായി ഇത്രയും വലിയ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് സ്വാഭാവികമായും എന്താണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ താല്പര്യം എന്ന് ചോദിക്കുന്നു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ദിവ്യ S അയ്യരെ അവിടെ നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ് ഇടുന്നതാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ നേതാക്കൾ ഇന്ന് ഉന്നയിച്ചൊരു ആരോപണം കണ്ണൂരിലെ പാർട്ടി ഓഫീസ് പണിയാൻ അദാനിയുടെ പണം ഉപയോഗിച്ചു എന്നാണ്. എന്താണ് ഇത് ഈ ആരോപണത്തിലേക്ക് അടിസ്ഥാനം? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവുണ്ടോ? കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി KK രാഗേഷിനോട് ചോദിച്ചതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഈ പാർട്ടി ഓഫീസ് പണിയലുമായി ബന്ധപ്പെട്ട ഫണ്ടുമായി ബന്ധപ്പെട്ട ആരോപണം കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്. ഇനിയും പുറത്തു വരാൻ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് അത്തരം ആരോപണങ്ങളുണ്ടോ? അല്ല, അതിപ്പോൾ പലരും വ്യക്തിപരമായി നടത്തുന്ന ആരോപണങ്ങൾ, അതിപ്പോൾ സംഘടനാപരമായിട്ടുള്ളൊരു ആക്ഷേപമായിട്ട് എടുത്തു പറയാനായിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു തെളിവില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ദിവ്യ S അയ്യരെ വിഴിഞ്ഞം പോർട്ടിന്റെ MD ആയിട്ട് വെക്കുന്നതിന് മുമ്പ് അദീല അബ്ദുള്ളയായിരുന്നു അവിടെ പോർട്ട് MD എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആണല്ലോ. എന്തിന്റെ പേരിലാണ് അവരെ മാറ്റിയത്? അവരെന്തെങ്കിലും കുഴപ്പം ചെയ്തിട്ടാണോ മാറ്റിയത്? LDF സർക്കാരിന്റെ നയപരമായി അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് അവരൊരു IAS ഉദ്യോഗസ്ഥ വെച്ചു അല്ലേ? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു ദിവ്യ S അയ്യരെ വെക്കല്ലേ എന്ന് ഞങ്ങൾ പറഞ്ഞു? അതിനു മുമ്പ് ദിവ്യ S അയ്യർക്കെതിരെ വലിയ സമരങ്ങൾ നടത്തിയ CPM അതിനു മുമ്പത്തെ MD ആയിരുന്ന അദീല അബ്ദുള്ളയെ മാറ്റിയത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഓരോ സർക്കാരും അവർക്ക് താല്പര്യത്തിനനുസരിച്ച് ഓരോ സ്ഥാപനങ്ങളുടെ MD സ്ഥാനത്തിരിക്കുന്ന IAS ഉദ്യോഗസ്ഥരെ, ഉന്നത ഉദ്യോഗസ്ഥരെ മാറ്റുന്നു. അതിൽ പ്രത്യേകമായി എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആക്ഷേപം പറയുന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിന് കാരണം അദ്ദേഹം പറയണം. ഞങ്ങൾ ഞങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് ഞങ്ങളുടെ ഉദ്യോഗസ്ഥരെ ഞങ്ങളുടെ സൗകര്യം പോലെ മാറ്റിവെക്കുന്നു. അതിൽ എന്തെങ്കിലും പ്രത്യേകമായ ആക്ഷേപം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്ന് പറയണം. ഞങ്ങൾക്ക് ദിവ്യ S അയ്യരോട് പ്രത്യേക മമതയോ പ്രത്യേക എതിർപ്പോ ഇല്ല. സ്വാഭാവികമായിട്ട് എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥരെ മാറ്റിയിരിക്കുന്നു. ദിവ്യ S അയ്യരെ മാറ്റുമ്പോൾ മാത്രം കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് ഇത്ര പ്രത്യേകമായിട്ടൊരു ആശങ്ക വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അദ്ദേഹമാണ് വെളിപ്പെടുത്തേണ്ടത്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. 2021 ഏപ്രിൽ മാസം അദാനി കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താണ് പ്രശ്നമെന്ന്. ശരിയാണ്, കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ പോസ്റ്റിൽ ഈ IAS ഉദ്യോഗസ്ഥയെ മാറ്റിയതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മുഖ്യമന്ത്രി ചോദിച്ചത് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താണ് ഇത്ര ആശങ്കയെന്നാണ്.
പ്രൊജക്റ്റാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് മാത്രമാണോ? അത് കേരളവുമായി ബന്ധപ്പെട്ട ഒരു പ്രൊജക്റ്റാണ്. അദ്ദേഹം ഒരു പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനത്ത് ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു പൗരന് തോന്നാവുന്ന സംശയങ്ങൾ അദ്ദേഹത്തിന് ഉന്നയിക്കാൻ പാടില്ല എന്നുണ്ടോ? അതപ്പോ ഒരു കുറച്ച് കാണലല്ലേ? അങ്ങനെയാണോ രാഷ്ട്രീയ പ്രവർത്തകരോടും പൊതുപ്രവർത്തകരോടും സംസാരിക്കേണ്ടത്? അല്ല, ഞാനിപ്പോൾ വി ഡി സതീശൻ ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി എടുത്ത ആ രീതി പിണറായി വിജയൻ അനുകരിക്കണമായിരുന്നോ എന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം ചെയ്തത് തെറ്റായിരുന്നു എന്ന് എനിക്ക് തോന്നാത്തതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ UDF സർക്കാർ അധികാരമേറ്റതിന് ശേഷം പല IAS IPS പല സർക്കാർ ഉദ്യോഗസ്ഥരെയും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, ചിലരെ മാറ്റിയിട്ടുണ്ട്, ചിലരെ തുടർന്ന് നിലനിർത്തുന്നുണ്ട്. പക്ഷെ അവരുടെ ഒന്നും കാര്യത്തിൽ അഭിപ്രായം പറയാത്ത KK രാഗേഷ് പ്രത്യേകമായിട്ട് ഈ കാര്യത്തിൽ അഭിപ്രായം പറയുമ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും തിരിച്ചുമുണ്ടാകുന്നേ. ഈ പൗരൻ ഇത്തരം ആശങ്ക ഉന്നയിക്കുന്ന ദിവ്യ SIയെ മാറ്റിയതിൽ പ്രത്യേകമായി സംശയം ഉന്നയിക്കുന്ന KK രാഗേഷ് എന്ന ആ പ്രിവിലേജ്ഡ് പൗരന് മറ്റാരെയും മാറ്റിയ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ലല്ലോ. അതുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്തുകൊണ്ടാണ്, അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് KK രാഗേഷിന് ഈ ഒരു കാര്യത്തിൽ മാത്രമേ ആക്ഷേപമുള്ളത്. അവിടെയാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദാനി കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിനിധികൾ കണ്ണൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ണൂർ വന്ന് പങ്കെടുത്ത് പോയിട്ടുണ്ട്. ആരൊക്കെ കണ്ടു, എന്തൊക്കെ രീതിയിൽ ഇടപെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ, എല്ലാം പുറത്തു വരട്ടെ. ഇത് പലരും പല വ്യക്തിപരമായ കാര്യങ്ങൾ പറയാൻ അങ്ങേക്ക് ഇല്ല എന്ന് പറയുന്നു. ഇപ്പോൾ ആ ആരോപണത്തിലേക്ക് നിങ്ങൾ കടന്നിരിക്കുന്നു. നിങ്ങൾക്ക് ആ ആരോപണം ഉറച്ചു പറയാനുള്ള വസ്തുതകൾ പക്ഷെ കയ്യിലില്ല എന്നേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ പത്രവാർത്തകൾ വന്നിട്ടുണ്ടല്ലോ. ഇത് ഞാൻ എഴുതിയ വാർത്തയല്ല, കേരളത്തിലെ മാധ്യമങ്ങളിലും പത്രങ്ങളിലും വന്ന വാർത്തയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ വാർത്ത വന്നു. CPM അക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ. അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇനി അത് മാത്രമാണെന്നേ. 21 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദാനിയുടെ കമ്പനിയുടെ പ്രതിനിധികൾ കണ്ണൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നത് എന്തുകൊണ്ട്, എന്തിന്, ആരെ കാണാൻ എന്നുള്ള ആശങ്ക ഇതുവരെ കണ്ണൂരിലെ CPM ജില്ലാ സെക്രട്ടറിക്ക് ഇല്ലല്ലോ. CPM സംസ്ഥാന സർക്കാർ ഭരിക്കുന്ന കാലത്ത് 49 കോടി രൂപയുടെ ഫൈൻ ഈടാക്കാതെ വിട്ടുകൊടുത്തത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യം അവർക്കില്ലല്ലോ. 15 കോടി രൂപയുടെ ഫൈൻ അടപ്പിക്കാൻ നോട്ടീസ് കൊടുത്തു എന്ന് അവകാശപ്പെടുന്നു. നോട്ടീസിലെ ഫൈൻ അടപ്പിച്ചോ എന്നുള്ള ചോദ്യമുണ്ടോ? നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെ അദാനിയുടെ പ്രതിനിധികൾ പോയതുമായി ബന്ധപ്പെട്ട് CPMന് മറുപടിയില്ലെന്നൊരു ആരോപണം അങ്ങുവെക്കുന്നു. ഈ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലും മുഖ്യമന്ത്രി വി ഡി സതീശനോട് മംഗലാപുരം യാത്രയുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചില്ല, അദ്ദേഹം മിണ്ടിയോ? മറുപടി അദ്ദേഹത്തിനുണ്ടോ? ആരാണ് ഈ പറയുന്ന ചാർജ് അടക്കം വഹിച്ചത് എന്ന കാര്യത്തിൽ ചോദിച്ചപ്പോൾ ആര്യാടൻ മുഹമ്മദിന്റെ ബന്ധുവിനെ കാണാൻ ചാർട്ടേഡ് വിമാനം പിടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ കടുപ്പമാണ്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എനിക്ക് അക്കാര്യത്തിൽ വ്യക്തിപരമായി അദ്ദേഹം ആരുടെ കൂടെയാണ് പോയതെന്നുള്ളതിനെ കുറിച്ചിട്ട് അഭിപ്രായം എനിക്ക് അക്കാര്യത്തിൽ ഇല്ലാത്തത് എനിക്കതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. ഇനി അദ്ദേഹം വെളിപ്പെടുത്തേണ്ട കാര്യം അദ്ദേഹം പറയേണ്ട കാര്യം അദ്ദേഹം പറയട്ടെ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം വ്യക്തിപരമായി പറയേണ്ടതല്ല ഡോക്ടർ ജിൻഡോ ജോൺ. അങ്ങ് ഈ ചർച്ചയിൽ വന്ന് കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടിയെ തെരഞ്ഞെടുപ്പിന് നയിച്ച നിങ്ങൾ പിന്നീട് മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്ത അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ് നടത്തിയ യാത്രയെക്കുറിച്ച് പറയാൻ മിനിമം ഇൻഫർമേഷൻ അങ്ങേക്കെങ്കിലും തരേണ്ട ഉത്തരവാദിത്വം അങ്ങയുടെ പാർട്ടിക്കില്ലേ? അല്ല, അദ്ദേഹം വ്യക്തിപരമായി നടത്തുന്ന യാത്രകൾ മുഴുവൻ പാർട്ടിയോട് ആലോചിച്ച് പാർട്ടിയിൽ നിന്ന് കത്ത് കൊടുത്ത് അനുവാദം വാങ്ങി അല്ല അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹം ഒന്നല്ല ആരും. ഇപ്പൊ ഞാൻ വ്യക്തിപരമായി നടത്തുന്ന യാത്ര, എന്റെ സൗഹൃദങ്ങൾ, എന്റെ ബന്ധങ്ങൾ, പരിചയങ്ങൾ, യാത്രകളൊക്കെ പാർട്ടിയുടെ അനുവാദം മേടിച്ച് ചെയ്യുന്ന പരിപാടിയല്ല. പക്ഷെ അങ്ങനത്തെ ശീലങ്ങളുള്ളത് CPMനാണ്. അങ്ങനെ ശീലങ്ങളുള്ള ഇലക്ഷൻ കാലത്തെ യാത്രയാണ്. അതിൽ അദാനി പ്രതിനിധിയെ കാണാൻ പോയെന്ന ആരോപണമുണ്ട്, മംഗലാപുരം യാത്ര എന്ന ആരോപണമുണ്ട്, അത് ഫണ്ടുമായി ബന്ധപ്പെട്ടതാണെന്ന ആരോപണമുണ്ട്. അതങ്ങനെ വ്യക്തിപരം എന്ന നിലയ്ക്ക് പറയണമെങ്കിൽ വ്യക്തിപരമാണെന്ന് അദ്ദേഹത്തിന് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ സമ്മതിക്കണം. നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള ഓരോ മനുഷ്യന്റെയും ഈ പറയുന്ന സ്വകാര്യത മാനിക്കണം. അത് പക്ഷെ അദ്ദേഹം ഫലിപ്പിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ആര്യാടൻ മുഹമ്മദിന്റെ ബന്ധുവിനെ കാണാൻ പോയി എന്ന് പറയരുത്, എന്റെ വ്യക്തിപരമായ കാര്യത്തിന് പോയി എന്ന് പറയണം. അല്ല, ഞാൻ പറയട്ടെ, അദ്ദേഹം വ്യക്തിപരമായി നടത്തിയ ഒരു യാത്രയെ കുറിച്ചിട്ടാണ്. അദ്ദേഹം മറുപടി പറയാത്തടത്തോളം കാലം അദ്ദേഹത്തോട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഇവിടെ ഞാൻ അതുകൊണ്ട് തന്നെയാണ് അദാനിയുടെ പ്രതിനിധികൾ കണ്ണൂർ വന്നിട്ട് വാർത്തകളുണ്ട്. കാര്യത്തിൽ ഇതുപോലെ മറുപടികളും ചോദ്യങ്ങളും വന്നിട്ടില്ല. അപ്പൊ അതും വരണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുമ്പോൾ വസ്തുതകൾ ഇല്ലാതെ വരുമ്പോൾ ആരോപണങ്ങൾ മാത്രമായിട്ട് അവശേഷിക്കും. അതിനപ്പുറത്ത് വസ്തുതകൾ നിരക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള എന്തെങ്കിലും ആരോപണം CPMനുണ്ടോ? ഈ വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏതെങ്കിലും ഫേവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അസംതൃപ്തി അറിയിച്ച് കത്തെഴുതുക തന്നെയല്ലേ മുഖ്യമന്ത്രി ചെയ്തത്. അപ്പുറത്ത് എന്താ 15 കോടി രൂപ ഈടാക്കാൻ നോട്ടീസ് കൊടുത്തിട്ട് ഈടാക്കിയിട്ടുണ്ടോ? ഇല്ല. ദിവ്യാസേരെ മാറ്റാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തിയത് ആരാണെന്ന് ഇതുവരെ പുറത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സമ്മർദ്ദം ചെലുത്തിയവരെ സംരക്ഷിക്കുന്നു. ഇത് മാത്രമല്ല, സാധാരണഗതിയിൽ നമ്മൾ ഈ പഞ്ച് ആയി BGM ഒക്കെ ഇട്ട് പ്രചരിപ്പിക്കുന്നത് പോയി പണി നോക്കാൻ പറഞ്ഞു,
പിണറായി വിജയൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ദിവ്യ എസ് ഐരോ പറഞ്ഞിട്ടില്ല, അങ്ങനെ തുറമുഖം കൈകാര്യം ചെയ്തത് മന്ത്രി പറഞ്ഞിട്ടില്ല, ഇവിടെ അങ്ങനെ ഒരു സമ്മർദ്ദം സർക്കാരിന് മുകളിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴാണ് ഈ സമ്മർദ്ദം വന്നത്. ഇപ്പോഴാണ് ഈ കെ ജി ജേക്കബ്, ഇപ്പം ഈ 2-ാം തീയതി ജൂലൈ 2-ാം തീയതി ഇൻഫ്രയിൽ വന്ന ലേഖനമുണ്ടല്ലോ, അതിൽ ശ്രീ പി മനോജിന്റെ ലേഖനം, അതിന്റെ തലക്കെട്ട് ബിഹൈൻഡ് അൺവയബിൾ വിഴിഞ്ഞംസ് $2.85 billion വാലുവേഷൻ ഇൻ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഡീൽ. അതിന്റെ ആദ്യത്തെ വരികളിൽ കൃത്യമായി പറയുന്നുണ്ട്, അതായത് 2014 കേരള സർക്കാർ ഇത് ബിഡിന് വെക്കുന്ന സമയത്ത് ഇതൊരു ഫിനാൻഷ്യലി അൺവയബിൾ പ്രൊജക്റ്റ് ആയിരുന്നു. നെഗറ്റീവ് നെറ്റ് പ്രസന്റ് ഉള്ള 298 കോടിയുടെ നെഗറ്റീവ് നെറ്റ് പ്രസന്റ് ഉള്ള വയബിൾ ആണെന്ന് ആരും പറയാത്തൊരു പ്രോജക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അതായത് അദാനി ആ കാര്യത്തിലെടുത്ത റിസ്ക് ഇപ്പോൾ MSC എടുത്തു എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് കടലിൽ കൊണ്ടുപോയി ഇടുന്നത് പോലെയാണ് ഈ പ്രോജക്റ്റ് ഇത്രയും ഭീമമായ പണം ഏറ്റെടുത്തത് എന്നുള്ള തരത്തിലാണ് പറഞ്ഞു വെക്കലുകൾ. നമ്മൾ കേരളം ഈ പറയുന്ന ക്ഷയിച്ച ജന്മകുടുംബങ്ങൾക്കുള്ളതുപോലെ കരമടയ്ക്കാൻ കാശില്ലാത്ത കുറച്ച് ഭൂമി നമ്മൾ ഈ പ്രോജക്റ്റിന് വേണ്ടി മുന്നോട്ട് വെക്കുന്നു. ആരെങ്കിലും വന്നത് ചെയ്യണം, നമുക്കിത് കഴിയില്ല. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. നമ്മുടെ ഈ പറയുന്ന 6000 കോടി എന്ന് പറയുന്നത് നമ്മുടെ അസറ്റ് ഉൾപ്പെടെയാണ്. അത് മുന്നോട്ട് പോകാനുണ്ടായിരുന്ന ഏക വഴി എന്ന നിലയ്ക്കാണ് ഈ കരാർ ഒപ്പുവെച്ചത്. ശരിയാണ്, ഇത്രയും വർഷക്കാലത്തേക്ക് അതിൻ്റെ നടത്തിപ്പ് വരുമാനത്തിലൂടെ കിട്ടുന്ന മുഴുവൻ പണവും ഏറെ വർഷങ്ങൾക്ക് ശേഷം 1%, പിന്നെ 2%, 3% എന്ന നിലയ്ക്ക് നാമമാത്രമായ ലാഭവിഹിതത്തിലൂടെ കൊടുക്കേണ്ടി വരുന്നൊരു ഗതികേടെന്ന് നമുക്കുണ്ടായിരുന്നതിൽ തർക്കമില്ലല്ലോ. പിന്നീട് ഈ രണ്ട് തവണ ഈ കരാറുമായി ബന്ധപ്പെട്ട് പൊളിച്ചെഴുത്തലുകൾ ഉണ്ടായി. ഇപ്പോൾ പിന്നെ ഈ അന്ന് കരാർ രൂപപ്പെട്ടതിനെക്കുറിച്ചും പിന്നീട് ഇതിപ്പോൾ ഈ 13,000 കോടിയുടെ പ്രോജക്റ്റായി വരുമ്പോൾ നമ്മൾ നോക്കുകുത്തിയായി നിൽക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കും വിമർശനങ്ങൾക്കും എന്തെങ്കിലും അടിത്തറയുണ്ടോ? ഉണ്ടല്ലോ. അതായത് ഈ പ്രോജക്റ്റ് VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ സമയത്ത് ആദ്യം സൂം വന്നു, അതിന് ചൈനീസ് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് അത് നിഷേധിച്ചു. അതിനുശേഷം ലാൻകോ എന്ന് പറഞ്ഞൊരു കമ്പനി വന്നു. ആ കമ്പനി നമുക്കറിയത്തില്ല ആ കമ്പനി എന്തുകൊണ്ട് പിന്മാറി എന്നുള്ളത്. പിന്നെയാണ് അദാനി അതിലേക്ക് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൻ്റെ ഫൗണ്ടേഷണലായിട്ടുള്ള അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാനുള്ള പണം മുഴുവൻ സംസ്ഥാന സർക്കാരാണ് കൊടുക്കുന്നത്. ഇപ്പോൾ വല്ലാർപാടത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. വല്ലാർപാടത്ത് 33% സംസ്ഥാന സർക്കാരിന് ഒന്നാമത്തെ ദിവസം തുടങ്ങി. ഇവിടെ ആദ്യത്തെ 5 വർഷം മറ്റോ ₹1 വെച്ചും പിന്നെ 1% വെച്ചുമാണ് ഉള്ളത്. ഇത് ശ്രീ ബാലകൃഷ്ണൻ, ഞാൻ അന്ന് 2015 ഈ കരാർ ഒപ്പുവെക്കുമ്പം ഞാനന്ന് പറഞ്ഞില്ലെന്ന് നിങ്ങൾ പറയരുത്. തെറ്റായിട്ടുള്ള ധാരണയാണ്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്കും ഒരു പൗരൻ എന്ന നിലയ്ക്കും എൻ്റെ പത്രത്തിൽ ഞങ്ങൾ അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അന്നൊരിക്കൽ ഒരു ടെലിവിഷൻ ചർച്ചയിൽ ഇതേ ചോദ്യം ഞാൻ അന്ന് തുറമുഖ മന്ത്രിയായിരുന്ന പിന്നെ ശ്രീ ബാബുവിനോട് ചോദിച്ചു. ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് സംസ്ഥാന സർക്കാർ നടത്തുമ്പോൾ എന്താണ് സംസ്ഥാനത്തിന് തിരിച്ചു കിട്ടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറയാതെ എണീറ്റ് പോവുകയാണ് ചെയ്തത്. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവില്ല, വർഷം 11 ഞാനത് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോയാൽ നിങ്ങൾക്കത് കാണാം. ഈ കരാർ എത്രത്തോളം ഏകപക്ഷീയമാണ് എന്ന് ഞാൻ അന്ന് തൊട്ട് എഴുതുന്നതാണ്. അത് പക്ഷേ അതിനുശേഷം അത് CAGയും പറഞ്ഞത് അങ്ങേയറ്റം ഏകപക്ഷീയമായ കരാറാണ്. അതിനുശേഷം LDF ഉണ്ടാക്കിയ കരാർ നിങ്ങൾ കാണേണ്ടത് 2045 അല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏകപക്ഷീയമായ കരാറാണ്. അത് അന്ന് അവിടെയാണ് അതിൻ്റെ പ്രശ്നം. ഞാൻ അതാണ് പറഞ്ഞത്. ഒറ്റ വാക്കിലുള്ള യെസ് ഓർ നോ ഉത്തരത്തിലല്ല. അന്ന് കടൽ കൊള്ള എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അതായിരുന്നു. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇടതുപക്ഷ മുന്നണി ചെയ്യേണ്ടിയിരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെ ജോർജ് പൊടിവാറ് പറഞ്ഞതുപോലെ അല്ലത്. ആ കരാറല്ല പിന്നെ ആ കരാറിൻ്റെ പ്രശ്നങ്ങൾ മാറ്റിക്കഴിഞ്ഞ് രണ്ടാമതൊരു കരാർ ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് മദർ കരാർ. അതിൻ്റെ പുറത്ത് LDF സർക്കാർ എന്ത് ചെയ്തു? അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ട പണത്തിൻ്റെ അളവ് കൂട്ടി 2, 3, 4 ഫേസുകൾ 2045 തീരേണ്ട ആ ഫേസുകൾ 2028 തീർക്കണം എന്ന് എഗ്രിമെന്റ് ഉണ്ടാക്കി. അതാണ് ഞാൻ പറഞ്ഞത്. ഈ വാർത്ത വന്നപ്പോൾ ആദ്യത്തെ കൺഫ്യൂഷൻ നൽകാം, വേണമെങ്കിൽ അന്നത്തെ സർക്കാരിൽ താല്പര്യമുണ്ടെങ്കിൽ 20 വർഷം കൂടി അഡീഷണലായി നടത്തിപ്പ് കരാർ കൊടുക്കാം എന്നൊരു ക്ലോസ് കൂടി വന്നു. അദാനിക്കെതിരെ ഈ പറയുന്ന ഇത്രയും കാലം 2060 ഒരു സർക്കാർ നിൽക്കും. ഉണ്ട്. കാരണം അതാണ് അന്നൊരു സർക്കാർ ഉണ്ടാവും. അദാനി ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇത്രയും നേരത്തെ ചെയ്യണം. അയാൾ ഇത്രയും നേരത്തെ ചെയ്യുകയും 2 കൂട്ടർക്കും താല്പര്യമുണ്ടെങ്കിൽ അത് അന്നത്തെ കാലത്ത് സർക്കാർ എടുക്കട്ടെ. ഇപ്പം VD സതീശൻ എടുക്കേണ്ട പോലത്തെ ഒരു തീരുമാനം അന്ന് എടുക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നതല്ല. ഈ 2028 ഡിസംബർ 31
2ഉം 3ഉം 4ഉം ഫേസ് ഇൻവെസ്റ്റ്മെന്റ് നടത്തണം എന്ന് നിർബന്ധിച്ചു എന്നുള്ള അതാണ് LDFന്റെ കരാർ. നിങ്ങൾ പറയുന്ന പോലെ ആദ്യത്തെ കരാർ എടുത്ത് ഈ ട്രാൻസ്ഫർ എന്നുള്ളത് ആദ്യത്തെ കരാറിന്റെ ഭാഗമാണ്. അത് ഓൾട്ടർ ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാരണം അത് 2 കൂട്ടർ കൂടി എഗ്രി ചെയ്തതാണ്. അതിനുശേഷം LDF സർക്കാർ ചെയ്തത് 2040-ൽ തീരേണ്ട പദ്ധതി 2028 കൊണ്ടുവന്നു എന്നുള്ളതാണ്. ആ കരാറിന്റെ പേരിൽ നിങ്ങൾ എങ്ങനെയാണ് LDF സർക്കാരിനെ കുറ്റം പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല അതിന് ലോജിക്ക്. നമ്മളിപ്പോൾ കാണേണ്ടത് നമ്മുടെ മുമ്പിലുള്ള യഥാർത്ഥ പ്രശ്നം എന്നുള്ളത് അതായത് കോവിഡ് കാലവുമായി ബന്ധപ്പെട്ട് ഇതിൽ കാലതാമസം വരും എന്ന് അദാനി ഗ്രൂപ്പ് അറിയിക്കുന്നു. അപ്പോൾ സർക്കാർ ആ കാര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് വരുമ്പോഴാണ് ഞങ്ങൾ ഇതിന്റെ ഈ സെക്കൻഡ് ഫേസ് 2028 തീർക്കാം, പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇളവ് വേണം, ഈ പിന്നീട് ഒരു 20 വർഷത്തേക്ക് കൂടി വ്യാപിക്കാനുള്ള ഒരു ക്ലോസ് അതിൽ വെക്കണം എന്ന് പറഞ്ഞത്. അല്ലാതെ 2028 എന്നുള്ളത് സർക്കാർ മുന്നോട്ട് വെച്ച് സർക്കാർ പിടിച്ച പിടിയാലെ കൊണ്ടുവന്ന് ഒപ്പിട്ട എന്തെങ്കിലും ഒരു കേമത്തമാണോ? മാത്രമല്ല, അതുകൊണ്ട് സർക്കാരിന് എന്താ ഗുണം? കേരളത്തിന് ഇതൊരു കച്ചവടം. ഇത് കേരളത്തിന് ഗുണം ഉണ്ടാകണമെങ്കിൽ അത് ഉമ്മൻചാണ്ടി എഴുതി വെക്കണമായിരുന്നു ജോർജ്. അതല്ലാതെ പിണറായി വിജയൻ എഴുതാൻ വേണ്ടി പറ്റൂലത്. അത് ഉമ്മൻചാണ്ടി എഴുതി വെക്കണമായിരുന്നു. ആദ്യത്തെ എഴുതി കൊടുത്തപ്പം, ആദ്യത്തെ മദർ എഗ്രിമെന്റ് എഴുതി കൊടുത്തപ്പോൾ അതിൻ്റെ അകത്ത് പറയണമായിരുന്നു. അതിൻ്റെ അകത്ത് പറയാത്ത എഗ്രിമെന്റ് രണ്ടാമത്തെ എഗ്രിമെന്റ് പറയാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. അതാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ കൊണ്ടുവന്നു. അതാണ് മധു അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. 20 വർഷം അന്നത്തെ സർക്കാരിന് നീട്ടിക്കൊടുക്കാവുന്നതാണെന്നേ. അന്നത്തെ കോൺഗ്രസ് സർക്കാർ വരുമ്പോൾ വേണ്ടാന്ന് വെച്ചോ. അതല്ല ജോർജിയ പ്രശ്നം. അന്ന് ഈ 28 പിണറായി വിജയന്റെ ലീവ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. കാരണം മദർ എഗ്രിമെന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഒറ്റ പോയിന്റ് കൂടെ ഞാൻ പറയാം. അതായത് ഈ വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ഇത് റിപ്പോർട്ട് ചെയ്യുന്ന അദാനി അയാളുടെ സ്റ്റേക്ക്, അയാളുടെ ഓഹരി വിൽക്കുന്നു എന്നുള്ളതാണ്. ദേശാഭിമാനി അടക്കം കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ഇവിടെ എന്തോ നിക്ഷേപം വരുന്നു എന്നുള്ളത്. ഇവിടെ ഒരു നിക്ഷേപവും ഇല്ല. 2028 ഈ 4 ഫേസും കംപ്ലീറ്റ് ചെയ്യാനുള്ള നിക്ഷേപം കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം അദാനി കമ്പനിക്കുണ്ട്. അവരത് ഇപ്പം MSC വരുമ്പോൾ ഡോളറിൽ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ഇപ്പം ഡോളറിൽ വരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് സന്തോഷമായി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് സന്തോഷമായി, കുറച്ച് ഫോറിൻ എക്സ്ചേഞ്ച് കിട്ടും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഇൻവെസ്റ്റ്മെന്റ് 2028 ഡിസംബർ 31 വരാനുള്ള കരാറ് പിണറായി വിജയൻ ഒപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പുറത്ത് അയാളുടെ പുറത്ത് മുക്കിട്ട് കയറുന്നതിൽ യാതൊരു ലോജിക്കുമില്ല ജോർജ്. അത് അയാൾ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റ്, അതാണ് ഞാൻ പറഞ്ഞത്, പാർട്ടിക്ക് അതിനെക്കുറിച്ച് നിലപാടില്ലാതായി പോയെന്നുള്ളത്. ഈ വിഷയം എന്താണ് എന്ന് പോലും മനസ്സിലാക്കാതെ ദേശാഭിമാനി ഒരു അഭിപ്രായം പറയുന്നു, പാർട്ടിയുടെ നേതാക്കന്മാർ ഒരു അഭിപ്രായം പറയുന്നു, പറയാതിരിക്കുന്നു. അതാണ് ഒറ്റ കാര്യം കൂടി. ഇത് പോർട്ട് എന്നുള്ളത് ലോകത്തെല്ലായിടത്തും ശാക്തിക ചേരികളുടെ ഗുസ്തിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അമേരിക്കയും ചൈനയും 2 വശത്തായി വളരെ വലുതായിട്ട് പോർട്ട് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ഗുസ്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണേണ്ടത് പനാമ കനാൽ. 2ാമത്തെ പ്രാവശ്യം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പം പനാമ കനാലിൻ്റെ പുറത്ത് അമേരിക്കൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ കനാൽ തന്നെ ഏറ്റെടുക്കും എന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തി, നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. എന്നിട്ട് അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ സംഭവിച്ചത് ഇപ്പം നമ്മൾ ഈ പറയുന്ന MSC കമ്പനിയും ഇപ്പം വിഴിഞ്ഞം പോർട്ട് ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്ന മുണ്ടായി ലിമിറ്റഡ് എന്ന് പറയുന്ന അതായത് ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന ലോകത്തിലെ 13 ട്രില്യൺ അസറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനിയും കൂടി ചേർന്നിട്ട് ഇപ്പോൾ 2 ലക്ഷം കോടി രൂപയുടെ പോർട്ടുകൾ ഇപ്പോൾ പാനമ കനാലിന് ചുറ്റും പടുന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഓൾറെഡി. എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര ശാക്തിക ചേരികളുടെ പക്ഷം പിടിക്കലിൽ കക്ഷികളായിട്ടുള്ള കമ്പനികളാണ് വിഴിഞ്ഞത്ത് വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് റഷ്യയും ചൈനയും തമ്മിൽ നടത്തുന്ന ഈ യുദ്ധത്തിൽ എന്ത് നടപടിയാണ് എടുക്കേണ്ടത് എന്നുള്ളത് നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞു നടക്കുന്ന VD സതീശനാണ് ഈ ചോദ്യങ്ങൾക്ക് തീരുമാനം. അത് അദ്ദേഹത്തിന് മാത്രമല്ല, ഈ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ്, അതായത് പണ്ട് ശാക്തി ചേരികൾ ഉണ്ടായിരുന്നപ്പോൾ ചേരിചേരാ നയം ഉണ്ടാക്കിയ നെഹ്റുവിൻ്റെ പിൻഗാമി അദ്ദേഹത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞു നടക്കുന്ന സതീശനാണ് പറയേണ്ടത്. ഈ പോർട്ടിൻ്റെ കേരളത്തിൽ അദ്ദേഹത്തിന് മുമ്പിലുണ്ട് ഇപ്പോൾ ഫയല്. അതിൻ്റെ മുമ്പിൽ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റായ സതീശൻ എടുക്കേണ്ട തീരുമാനത്തിൻ്റെ പുറത്താണ് നമ്മൾ CPM-ലെ തുച്ഛമായിട്ടുള്ള വർത്തമാനത്തിൻ്റെ പുറത്തേക്ക് ഈ ചർച്ച കൊണ്ടുപോകുന്നത്. അതാണ് അതിനകത്തെ ഖേദകരമായ കാര്യം. ശരി, ഒരു പരിധി വരെയുള്ള നെഹ്റുവിയൻ കാഴ്ചപ്പാട് വെച്ചുകൂടി ഈ കാര്യത്തിലൊരു തീരുമാനം മുഖ്യമന്ത്രി എടുക്കണമെന്നുള്ളതാണ്. ശ്രീ NV ബാലകൃഷ്ണൻ, ഇപ്പോൾ നേരത്തെ ശ്രീ KG ഒക്കെ പറഞ്ഞതുപോലെ പാർട്ടി ഈ കാര്യത്തിലൊരു നിലപാടില്ലാതെ, കൃത്യമായി എന്താണ് പറയേണ്ടതെന്ന ധാരണയില്ലാതെ വെക്കുന്ന ചുവടുകൾ പിഴച്ചു പോയി നിൽക്കുന്ന ഒരു ഘട്ടമുണ്ട്. സ്വാഭാവികമായും പാർട്ടിയുടെ ഒരു നേതാവ് പറയുന്ന ഒരു കാര്യത്തിന് പിന്തുണ നൽകുക എന്നതാണ്
സംഘടനാശേഷി വെച്ചിട്ട് അല്ലെങ്കിൽ അച്ചടക്കം വെച്ചിട്ട് ഒക്കെ ചെയ്യേണ്ടത്. അത് അങ്ങനെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും വിമർശനങ്ങളുണ്ടായി. എന്ത് പറഞ്ഞാലും പിന്തുണയ്ക്കേണ്ടി വരുന്ന സാഹചര്യം സഖാക്കൾക്കുണ്ടാകരുത് എന്നുമാണ് വെപ്പ്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ കെ രാഗേഷിനെ തള്ളി പറഞ്ഞുകൊണ്ട് ഈ നിലപാടിൽ അഴിമതി ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് വളരെ വ്യക്തിപരമായി പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലേക്കും പാർട്ടിക്ക് നിലപാടില്ല എന്ന തരത്തിലുള്ള സൂചനകളിലേക്കും കൊണ്ടുപോകേണ്ടുന്ന ബാധ്യത എങ്ങനെയാണ് മുതിർന്ന നേതാക്കളിൽ നിക്ഷിപ്തമാകുന്നത്? ഞാനതിനെ തെറ്റായി കാണുകയല്ല, പക്ഷെ അതിനൊരു ഉദ്ദേശമുണ്ടാവണം. ആ ഉദ്ദേശത്തിലേക്ക് വരുന്നതിന് മുമ്പ് KJ ജേക്കബ് സാർ പറഞ്ഞ ചില പ്രശ്നങ്ങളോട് പ്രതികരിക്കാതെ പോകാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറയുന്നത് കെ ബാബു ഉണ്ടായിരുന്ന സമയത്തൊക്കെ എനിക്ക് അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം, ഞാൻ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്, മനസ്സിലാക്കുന്ന ഒരാളാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് എന്നെ ഒരുപക്ഷെ ആ നിലയിൽ അറിയണമെന്നുമില്ല. അപ്പോൾ ഞാനതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോവല്ല. എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ KJ ജേക്കബിൻ്റെ വിമർശനങ്ങൾ കെ ബാബുവിൽ അവസാനിക്കുകയും തുടർന്ന് പിന്നീട് വിമർശനങ്ങൾ ഇല്ലാതിരിക്കുകയാണ്. പിന്നീടൊരു വിമർശനങ്ങളും അദ്ദേഹത്തിന് ഇല്ല. അദ്ദേഹം ഇപ്പോൾ അതിനെ ഈ പറയുന്ന കരാറിനെ സാധൂകരിക്കുന്നതിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട്. ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റുമല്ലോ. എൻ്റെ നമുക്ക് ആ കരാർ വെച്ചിട്ടാണെങ്കിൽ വിശദമായിട്ടൊരു സംവാദം മാധു സമ്മതിക്കുകയാണെങ്കിൽ നമുക്കൊരു ദിവസം വളരെ വിശദമായിട്ട് ഈ കാര്യം അത് വേണമെങ്കിൽ വിശദമായിട്ട് ചർച്ച നടത്താം. അതിലൊന്നും യാതൊരു സംശയവുമില്ല. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ പ്രശ്നം എന്താണ്, ഞാനൊരു ഒരു 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 ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഒരാളെന്ന നിലയിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ഇയാൾ പണം മുതലെടുക്കുന്നൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന ഒരു അതിനെക്കുറിച്ചുള്ള വിശദമായ പഠനങ്ങൾ ദേശാഭിമാനിക്കകത്ത് തന്നെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒരുപക്ഷെ എൻ്റെ ശേഖരത്തിന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അന്ന് ദേശാഭിമാനി പറഞ്ഞുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് 70% സർക്കാരിൻ്റെ സംഗതി, 30% വരുന്ന അദാനിയുടെ പ്രശ്നങ്ങളും, ആ അദാനി പണം മുതലിറക്കുന്നത് പോലും അദാനിയുടെ പണം നേരിട്ട് കൊണ്ടുവന്ന് ഉപയോഗിക്കുകയല്ല, ബാങ്കും മറ്റ് കൺസോർഷ്യം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് നടത്തിക്കൊണ്ടിരിക്കുക. അതൊരു കോർപ്പറേറ്റ് ബിസിനസ്സിൻ്റെ ഭാഗമാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകല്ല. അത്തരം സംഭവങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാണിക്കേണ്ടിയിരുന്ന ഒരു ജാഗ്രത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സർക്കാർ കാണിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. ഒരു തങ്ങളുടെ വളരെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് വാദഗതികൾ ഉന്നയിക്കുക. അപ്പം നിങ്ങൾ നോക്കൂ, ഈ ഇതിനകത്തെ 5-3 പ്രശ്നമാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5-3 പ്രകാരമാണല്ലോ ഈ പറയുന്ന കൈമാറ്റമൊക്കെ നടക്കുന്നത്. ആ 5-3 ശേഷം 5-9 ഒരു കാര്യം പറയുന്നുണ്ട്. ആ കൈമാറ്റവുമായി ബന്ധപ്പെടുത്തി ഇത് ഒരു നമ്മുടെ പോർട്ടിൻ്റെ 250 മീറ്ററിനുള്ളിൽ ഇങ്ങനെ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ അവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അന്ന് തോമസ് ഐസക് ഇപ്പോൾ വളരെ കാര്യമായിട്ട് പറയാണ്. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തൂത്തുക്കുടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അദാനിക്ക് ഷെയർ വരുന്നു, അതുകൊണ്ട് ഒഴിവാക്കാവുന്നതാണ്. അത് അപ്പോൾ സൗകര്യം പോലെ വിട്ടുകളയുന്ന ഒരു കാര്യം എന്താണ്, അദാനി ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് കൊളംബോ തുറമുഖത്ത് ശ്രീലങ്കയിലെ തുറമുഖത്ത് അദ്ദേഹത്തിന് ഷെയർ ഉണ്ട്. അന്ന് ഇത് കാര്യങ്ങൾ ആവശ്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നിയില്ല. ഇപ്പോൾ ഒരു വാദം ഉന്നയിക്കുമ്പോൾ ഇങ്ങനെ തിരിച്ചുന്നയിക്കണം. ഞാൻ പറഞ്ഞതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഞാനും ജേക്കബ് സാറും ഒക്കെ ഒരേ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും ചില പ്രത്യേക കാലങ്ങളിൽ നിശബ്ദമാവുക, ചില പ്രത്യേക കാലങ്ങളിൽ കാര്യങ്ങൾ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊക്കെ ചെയ്യുകയെന്ന് പറയുന്നത് ശരിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടതുപക്ഷ നിലപാട് എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കാൻ പരിശ്രമിക്കുക, അത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ആ അർത്ഥത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളെ കാണേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വിശദമായി നമുക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതിൽ ഞാൻ തൽക്കാലം അത് മാത്രം അവിടെ നിർത്തുകയാണ്. ഇനി മാധു ചോദിച്ച ചോദ്യത്തിലേക്ക് വരട്ടെ. മാധു ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ CPM-ന്റെ ഒരു ഘടന ഇങ്ങനെയേ അല്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, പിന്നെ VS അച്യുതാനന്ദൻ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള പിണറായി വിജയനെതിരായിട്ട് ചോദ്യം ഉന്നയിച്ചപ്പോൾ ആ ചോദ്യത്തെ ഡിഫെൻഡ് ചെയ്യാൻ VS അച്യുതാനന്ദൻ തയ്യാറായില്ല എന്ന് പറഞ്ഞു. ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. ആ തയ്യാറായില്ല എന്ന് പറഞ്ഞിട്ട് പരസ്യമായി VS-നെതിരായിട്ട് നിലപാടെടുക്കുകയാണ് അന്ന് പിണറായി വിജയൻ ചെയ്തത്. നിങ്ങൾ നോക്കി, ഇതൊക്കെ CPM-നകത്ത് അങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ EP ജയരാജൻ അങ്ങനെ ഒരു പ്രസ്താവനയായി വരുമ്പോൾ ആ പാർട്ടിക്കകത്തുള്ള പഴയ അതിൻ്റെ കേന്ദ്രീകൃത ജനാധിപത്യ സംവിധാനം തകരുകയാണ് ചെയ്തത്. ആ കേന്ദ്രീകൃത ജനാധിപത്യത്വം നിൽക്കേണ്ടതാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. പക്ഷേ ഇപ്പോൾ പാർട്ടി നിൽക്കുന്നത് അതിന്റെ മുകളിലാണ്. അതുകൊണ്ടാണ് ഈ പാർട്ടി പ്രശ്നമുള്ളൂ. കേന്ദ്രീകൃത ജനാധിപത്യ സ്വഭാവമാകുമ്പോൾ പ്രശ്നമില്ല. കേന്ദ്രീകൃത ജനാധിപത്യം കുഴപ്പമാണ്, യാതൊരു സംശയവുമില്ല. ലോകത്തിലാകെയുള്ള വ്യവസ്ഥാപിത കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കുറിച്ച് പഠിച്ചാൽ അറിയാവുന്ന ഒരു കാര്യം, ആ പാർട്ടികൾ അവരുടെ സ്വന്തം രേഖകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പറയുന്നത് ആദ്യം ഒരു കൂട്ടം നേതാക്കന്മാരുടെ മാത്രം ജനാധിപത്യമായി തീരുകയും പിന്നീട് ഏതാനും നേതാക്കളുടെ ജനാധിപത്യമായി തീരുക, അവസാനം ഒരാളുടെ ജനാധിപത്യമായി തീരുകയും അയാൾ പാർട്ടിക്കകത്ത് തിരുവായി എതിരാകുകയും അത് പാർട്ടിയെ വലിയ തോതിൽ തകർക്കുകയും ചെയ്യുന്നതാണ് ലോകത്തിൽ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി
പാർട്ടി മുതൽക്ക് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വിലയിരുത്തിയത്. അതുമാത്രമല്ല, ഈ കേന്ദ്രീകൃത ജനാധിപത്യ തത്വം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് എല്ലാ കാലത്തും നിലനിൽക്കേണ്ടതാണ് എന്ന് അത് സ്ഥാപിച്ചിട്ടില്ല. ലെനിൻ പോലും കരുതിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട വലിയ വിവാദവും ഒക്കെ നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ആ ചർച്ചയിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ കേന്ദ്രീകൃത ജനാധിപത്യ തത്വത്തിനനുസരിച്ച് അതിനകത്താണല്ലോ ഈ പാർട്ടി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെ ആ സംഘടനാ സംവിധാനങ്ങളിൽ ശിഥിലമാക്കുന്ന രൂപത്തിലേക്ക് പാർട്ടിക്കകത്ത് കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതിപ്പോൾ MA ബേബി ഗോവിന്ദനെതിരായി പ്രസ്താവന പുറപ്പെടുവിക്കുമ്പോയിരുന്നാലും ശരി, അതുപോലെ തന്നെ ഗോവിന്ദനെതിരായി TP ജയരാജൻ സംസാരിക്കുമ്പോയിരുന്നാലും ശരി, KK രാജേഷിനെതിരായിട്ട് ഈ 2 വനിതാ നേതാക്കന്മാർ സംസാരിക്കുമ്പോയിരുന്നാലും ശരി, അതുപോലെ തന്നെ പുത്തളത്ത് ദേശം ലേഖനം എഴുതുമ്പോയിരുന്നാലും ശരി, ഇതൊക്കെ കൃത്യമായ പക്ഷ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് വരുന്നത് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ABCD അറിയാവുന്ന ആർക്കും മനസ്സിലാവും. അതാണ് പ്രശ്നം. ഇതൊക്കെ നേരത്തെ ആണെങ്കിൽ ഇതൊന്നും ജനങ്ങൾ ഒരു പക്ഷേ ആ നിലയിൽ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇപ്പം പക്ഷേ ജനങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ട് ഈ പാർട്ടിക്കകത്ത് VS അച്യുതാനന്ദൻ പിണറായി ദ്വന്ദ്ങ്ങളുടെ ഭാഗമായി നടന്നുകൊണ്ടിരുന്ന വിഭാഗീയ പ്രവർത്തനത്തിന്റെ കാലത്ത് പെരുമാറിയതുപോലെ ഈ കാലത്തും പെരുമാറാം, അങ്ങനെ പാർട്ടി പിടിക്കാം എന്നൊക്കെ തീരുമാനിക്കുന്നത് അസംബന്ധമാണ് എന്ന് ഈ ബന്ധപ്പെട്ട ആളുകൾ മനസ്സിലാവുന്നില്ല. ഇതിന്റെ ഒറ്റ മിനിറ്റ്, ഇതിന്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ കേരളത്തിൽ ഇല്ലാതായി പോകുക എന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായി പോകുന്നതിന്റെ പ്രകടമായ ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ മൂടി വെക്കാൻ പറ്റുന്ന കാര്യമല്ല. ഓക്കെ, ഡോക്ടർ ജിൻഡോ ജോൺ, സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വലിയ വിവാദം, അതിൽ ഏകാഭിപ്രായം പോലും ഇല്ലാതെ പ്രതിപക്ഷം പ്രതിരോധത്തിലാണ്, ദുർബലമാണ് എന്നുള്ളത് കൊണ്ട് ഭരണപക്ഷത്തിന് വലിയ ആത്മവിശ്വാസം ഉണ്ടാകുന്നുണ്ടോ? അങ്ങിപ്പോൾ നേരത്തെ പറഞ്ഞതും CPM-ന്റെ വിഭാഗീയത പ്രശ്നങ്ങളെ കുറിച്ച് കൂടിയാണ്. അല്ല മാധു, ഞാനിപ്പോൾ ഇതിനെങ്ങനെയാ പറയുക, നാട്ടുകാരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച KJ ജേക്കബ് പറഞ്ഞൊരു കാര്യമുണ്ട്. CPM-നകത്തെ തുച്ഛമായ ചില വാക്കുകളുടെ പേരിൽ വിഴിഞ്ഞത്തെ മറ്റ് പ്രശ്നങ്ങൾ കാണാതെ പോകുന്നു എന്നാണ്. ഞാൻ പറയുന്നത് CPM-നകത്തുനിന്ന് വന്നത് തുച്ഛമായ വാക്കുകളല്ല. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും പ്രതിപക്ഷ നേതാവിനെതിരെയും പാർട്ടി പത്രത്തിനെതിരായിട്ടൊക്കെയുള്ള നിലപാടുകൾ എടുത്തു പറയുന്നത് പരസ്യമാണ്. പണ്ട് പിണറായി വിജയനെ പിന്തുണച്ചില്ല എന്നുള്ളതിന്റെ പേരിൽ പരസ്യതാക്കിയത് ഏറ്റുവാങ്ങേണ്ട മനുഷ്യനാണ് VS അച്യുതാനന്ദൻ. അത് ഇവിടെ പരാമർശിച്ചു കഴിഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള CPM-ൽ നിന്ന് വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായി മാധ്യമങ്ങളോട് പ്രകടിപ്പിക്കുന്നത് തുച്ഛമായ വാക്കുകളല്ല. CPM-ന്റെ മാത്രമാണോ? LDF-നകത്തും പ്രശ്നമുണ്ട്. പ്രതിപക്ഷ ഉപനേതാവിനെ തെരഞ്ഞെടുക്കാത്തതിന്റെ പേരിൽ CPI ആയിട്ട് ഉടക്കി നിൽക്കുന്നു. ഇപ്പൊ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലഘട്ടത്തിൽ LDF-ന്റെ ഒരു ഒറ്റ യോഗം പോലും ചേർന്നില്ല. കേരളത്തിന്റെ LDF-ന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പ്രശ്നം. അപ്പൊ ഇവരുടെ അകത്ത് ശൈഥില്യങ്ങൾ ഉണ്ട് എന്ന് വെച്ച് അത് UDF-ന് അല്ലെങ്കിൽ സർക്കാരിന് വലിയൊരു നേട്ടമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. അവർ എന്തെങ്കിലും കാണിക്കട്ടെ, ഒരു ബഹളം വെക്കട്ടെ, അലമ്പുണ്ടാക്കട്ടെ, അത് അവരെന്തെങ്കിലും കാണിക്കട്ടെ. പക്ഷെ അവർ സർക്കാരിനെതിരെ പറയുമ്പോൾ, ഒരു പ്രോജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ കൃത്യമായി കാര്യകാരണ സഹിതം വേണം വിമർശിക്കാൻ, ആരോപണം ഉന്നയിക്കാൻ. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സ്വന്തം കാലിൽ വെടിവെക്കുന്ന നിലപാട് പോലെ ആയിപ്പോവും. ഓക്കെ, വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. എന്തായാലും വലിയ തോതിൽ സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിവാദം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല, അതിൽ അഴിമതിയില്ല എന്ന് പോലും നേതാക്കൾ തുറന്നു സമ്മതിക്കുന്ന സാഹചര്യം വന്നിരിക്കുന്നു. CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അടക്കം ഈ കാര്യത്തിൽ വിഭിന്നമായ അഭിപ്രായം പറയുന്ന സാഹചര്യവും ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ പാർട്ടി തീരുമാനം എടുക്കേണ്ടി വരും. മാത്രമല്ല, തന്റെ വാക്കുകൾ അല്ലെങ്കിൽ താൻ നിയമസഭയിൽ പറഞ്ഞ കാര്യത്തിന് വിരുദ്ധമായ അഭിപ്രായം പാർട്ടി നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായതിൽ പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഒരു പ്രതികരണം ഉണ്ടായിട്ടുമില്ല. മാധ്യമങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ സ്വാഭാവികം അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായി. അതിന്റെ പേരിലാണ് എങ്കിൽ കൂടി അദ്ദേഹം ക്ഷുഭിതനായിട്ടാണ് പെരുമാറിയത്. Debate with Madhu Saji.